ഹായ് ഓൾ, വെൽക്കം ടു IAS ഫാക്ടർ. അപ്പോൾ ഇന്ന് നമ്മൾ CSAT വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിന് നമുക്ക് എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യനെങ്കിലും വരുന്ന ഏരിയ ആണ് ടൈം ആൻഡ് വർക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി LCM ഒക്കെ പഠിച്ചിട്ടില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ LCM പഠിച്ചു. അപ്പോൾ ആ LCM മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ടൈം ആൻഡ് വർക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും എന്താണ്? ഈ വർക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മളെന്താ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര ടൈം വേണം നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു മരം പ്ലാന്റ് ചെയ്യണം, ഒരു പ്ലാന്റ് ചെയ്യണം. ഓക്കെ, അതായത് ഒരു 10 പ്ലാന്റ് നമ്മൾ പ്ലാന്റ് ചെയ്യണം. ഒരു ദിവസം നമ്മൾ ഒരു പ്ലാന്റ് പ്ലാന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരു പ്ലാന്റാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു മരം കട്ട് ചെയ്യുന്നു, ഒരു ട്രീ കട്ട് ചെയ്യുന്നു. ടോട്ടൽ ഒരു 10 ട്രീ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ട്രീ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടല് ട്രീ എത്രയാണ്? 10 ആണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കട്ട് ചെയ്യുന്നത് എത്രയാണ്? ഒരു ദിവസം ഒരു ട്രീ ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ചെയ്യുന്ന വർക്കിനെയാണ് കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയാം. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഫിനിഷ് ചെയ്യുന്ന വർക്കിനെയാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയാം. ക്ലിയർ? അതായത് ഇപ്പോൾ നമ്മൾ എത്രയാ ടോട്ടൽ 10 ദിവസം കൊണ്ട് 10 ട്രീ കട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര ട്രീ കട്ട് ചെയ്യും? ഒരു ട്രീ ആണ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ? അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഫിനിഷ് ചെയ്യുന്ന വർക്കിനെയാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ടോട്ടൽ ട്രീ 10 ആണ്, എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം എത്ര എടുക്കും? 10 ഡേയ്സ് എടുക്കും. ക്ലിയർ? അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ 10 ഡേയ്സ് എടുക്കും, എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ എത്ര ട്രീ ആണുള്ളത്? 10 ട്രീ ആണുള്ളത്. ക്ലിയർ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 10 ആണ്. ടൈം എന്ന് പറയുന്നത് എന്താ? 10 ഡേയ്സ് ആണ്. ടൈം എന്ന് പറയുന്നത് ഇവിടെ ഡേയ്സ് ആണ്, 10 ഡേയ്സ്. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണ്. ഒരു ഡേ എത്ര ട്രീ കട്ട് ചെയ്യും, അതാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും ഡേ ആയിരിക്കണം എന്നില്ല എഫിഷ്യൻസി, 1 ഡേ ആയിരിക്കണം എന്നില്ല എഫിഷ്യൻസി. ചിലപ്പോൾ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇത്ര അവേഴ്സ് എന്നായിരിക്കും പറയാം. ഒരു 10 ട്രീ 10 അവേഴ്സ് കൊണ്ട് കട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ട്രീ അങ്ങനെയാണെങ്കിൽ ഒരു അവറിൽ എത്ര ട്രീ കട്ട് ചെയ്യും, അതാണ് അതിൻ്റെ എഫിഷ്യൻസി. ക്ലിയർ? അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡേ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ അവർ ആവാം, മിനിറ്റ് ആവാം, അങ്ങനെയൊക്കെ ആവാം. ക്ലിയർ? നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മൾ നോക്കിയാൽ ഇഫ് എ പേഴ്സൺ ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 10 ഡേയ്സ്, അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്താണ്? നമ്മളിപ്പോൾ ചെയ്തതാണ്. അതായത് ഒരു ടാസ്ക് 10 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞതാണ് 10 ഡേയ്സ് കൊണ്ടാണ് ഒരു ടാസ്ക് അവർ ഫിനിഷ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര ടാസ്ക് കംപ്ലീറ്റ് ആവും? അതായത് 1/10 ആണ്. 10 അതായത് 1/10 ആണ്. അത്രയും ടാസ്ക് ആണ് കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ? അതായത് ടോട്ടൽ 10 ടാസ്ക് ഉണ്ട്, അതിൽ ഒരു ടാസ്ക് ആണ് ഒരു ദിവസം കംപ്ലീറ്റ് ആകുക. ക്ലിയർ? അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/ടൈം. എഫിഷ്യൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ഇങ്ങനെയാണ് പറയുക. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. അതായത് ടൈം കൂടുമ്പോൾ എന്താവും? എഫിഷ്യൻസി കുറയും. അതായത് ഈ പ്ലാന്റ് നടാൻ നമുക്ക് 20 ഡേയ്സ് വേണമെന്ന് വിചാരിക്കാം. അതായത് 10 ട്രീ ആണെന്ന് വിചാരിക്കാം. 10 ട്രീ നമുക്ക് കട്ട് ചെയ്യാൻ ടൈം എടുക്കുന്നത് എത്രയാണ്? 20 ഡേയ്സ് ആണ് എടുക്കുക. 20 ഡേയ്സ് ആണെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസി എന്താണ്? ഒരു ഡേ എത്ര കട്ട് ചെയ്യും? അതായത് 20 ബൈ എത്രയാണ്? 10. ക്ലിയർ? 20 ഡേയ്സ് എടുക്കും. 10 അപ്പോൾ 2 ദിവസം കൊണ്ടാണ് ഒരു ട്രീ കട്ട് ചെയ്യുക. ക്ലിയർ? 2 ദിവസം കൊണ്ടാണ് ഒരു ട്രീ കട്ട് ചെയ്യുക. അപ്പോൾ എഫിഷ്യൻസി കുറഞ്ഞില്ലേ? നേരത്തെ ഒരു ദിവസം കൊണ്ടാണ് ഒരു ട്രീ കട്ട് ചെയ്ത്, ഇപ്പോൾ 2 ദിവസം കൊണ്ടാണ് ട്രീ കട്ട് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ടൈം കൂടുമ്പോൾ എഫിഷ്യൻസി കുറയും. ക്ലിയർ? ആ കാര്യം മനസ്സിലാക്കാം. ക്ലിയർ? അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ എക്സാമ്പിൾ 2 പേഴ്സൺ ഇത്രയും വർക്ക് ചെയ്യുന്നു, അതായത് 2 ആൾ കൂടി ഇത്ര വർക്ക് ചെയ്യുന്നു. അങ്ങനെ അതായത് ഫസ്റ്റ് പേഴ്സൺ 10 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ പേഴ്സൺ 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 2 പേരും കൂടി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും? അങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് ഫസ്റ്റത്തെ ടൈപ്പ്. രണ്ടാമത്തെ ഇവരുടെ എഫിഷ്യൻസി തരും. അതായത് ഫസ്റ്റത്തെ ആൾ രണ്ടാമത്തെ ആളെക്കാളും ഡബിൾ എഫിഷ്യൻ്റ് ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ് രണ്ടാമത്തത്. പിന്നെ അടുത്തത് ജോയിനിങ്. അതായത് ആദ്യം ഒരു 10 പേഴ്സൺ വർക്ക് കംപ്ലീറ്റ് ചെയ്യും, പിന്നെ അവരുടെ കൂടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ആഡ് ചെയ്യും. അതാണ് മൂന്നാമത്തെ ടൈപ്പ്. പിന്നെ ചെയിൻ റൂൾ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. പിന്നെ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ വർക്ക് ചെയ്യുന്നതുണ്ട്. അതുപോലെ വേജസിൻ്റെ കണക്ക്.
അതായത് എന്താ, എഫിഷ്യൻസി മാറുമ്പോൾ വേജസ് മാറില്ലേ. അതായത് ഒരാൾ ഒരു ദിവസം 2 ട്രീ കട്ട് ചെയ്യും, മറ്റൊരാൾ ഒരു ട്രീ മാത്രമേ കട്ട് ചെയ്യൂ. അപ്പോൾ 2 ട്രീ കട്ട് ചെയ്യുന്ന ആൾക്ക് വേജ് കൂടില്ലേ, സാലറി കൂടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്ക് ഉണ്ട്, അതിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുപോലെ ആൻഡ് ഓർ, അതായത് ഇപ്പോൾ എന്താ 10 men പിന്നെ ആൻഡ്, അതായത് ഇങ്ങനെ വരും 10 men ആൻഡ് 2 women ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് ക്ലിയർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്രോബ്ലംസ്. ക്ലിയർ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ടൈപ്പാണിത്. എന്താ ഇവിടെ പറയുന്നത്, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. ഓക്കെ, ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 15 days. സോ ബി എന്ന് പറയുന്നത് 15 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ബൈ വർക്കിംഗ് ടുഗദർ. അപ്പോൾ എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ. അപ്പോൾ എങ്ങനെ ഫൈൻഡ് ചെയ്യാം നമുക്ക്? സോ എ പ്ലസ് ബി ആണ്, എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്താൽ ടോട്ടൽ എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് നേരത്തെ പഠിച്ചു എന്താ, ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ. എഫിഷ്യൻസി കൂടുമ്പോൾ ടൈം കുറയും, ടൈം കൂടുമ്പോൾ എഫിഷ്യൻസി കുറയും. അപ്പോൾ എ എന്നത് ഒരു ദിവസം ഫിനിഷ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? ടോട്ടൽ 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 10ൽ 1, അതായത് 1/10 ആണ് ഒരു ദിവസം കംപ്ലീറ്റ് ആവുക. ടോട്ടൽ 10 വർക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ടോട്ടൽ, അതായത് 10 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ടോട്ടൽ 10 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാണ്? ആ 10ൽ 1 ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. സോ 1 ഡേ എത്രയാണ്? 1/10 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ബിയോ ടോട്ടൽ 15 ഡേയ്സ് കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം എത്രയാണ്? 1/15 ആണ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക്. ക്ലിയർ. അത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ ഇവർ രണ്ടും കൂടി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ എ മാത്രം ഒരു ദിവസം ചെയ്യുന്ന വർക്ക് ടോട്ടൽ 10 ഡേയ്സ് ആണ് വർക്ക് ചെയ്യേണ്ടത്. ആ 10 ഡേയ്സിൽ എന്താ, അപ്പോൾ ഒരു ദിവസം ആണെങ്കിൽ 1/10 വർക്കാണ്. നമുക്ക് വേറൊരു മെത്തേഡും പഠിക്കാം. നിങ്ങൾ ആദ്യം ഇതിൻ്റെ ബേസിക് കാര്യം പഠിക്കാം, എന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് പഠിക്കാം. ബി ആണെങ്കിലോ, ബി ടോട്ടൽ 15 ഡേയ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാണ്? 1/15 ആണ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക്. ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10 + 1/15. ക്ലിയർ. ഇതാണ് രണ്ടുപേരും കൂടി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ LCM എടുക്കുക, എത്രയാ? 30 കിട്ടും. സോ ഇവിടെ 30 ആക്കണമെങ്കിൽ *2 × 3. സോ ആഡ് ചെയ്യുക, 5/30 എന്ന് കിട്ടും. 5/30 എത്രയാ? 1/6. സോ രണ്ടുപേരും കൂടി ഒരു ഡേ ഫിനിഷ് ചെയ്യുന്ന വർക്ക് എത്രയാ? 1/6 ആണ്. ക്ലിയർ. ഒരു ഡേ 1/6. 6ൽ 6 പാർട്ടുള്ളതിൽ ഒരു പാർട്ട് വർക്കാണ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഡേയ്സ് എടുക്കും? എയും ബിയും കൂടി ടോട്ടൽ 6 ഡേയ്സ് എടുക്കില്ലേ? ടോട്ടൽ 6, അതായത് എയും ബിയും കൂടിയിട്ട് ഒരു ഡേ 1 ഡേ ഫിനിഷ് ചെയ്യുന്ന വർക്ക്, അതാണ് 1/6. ടോട്ടൽ 6 പാർട്ടിൽ ഒരു പാർട്ടാണ് രണ്ടുപേരും കൂടി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കും? 6 ഡേയ്സ് ആണ് എടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് മെത്തേഡ്. പക്ഷെ നമ്മൾ ഇതല്ല ചെയ്യുന്നത്, നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ LCM മെത്തേഡ് വെച്ച് ചെയ്യാം. നമ്മൾ LCM ഒക്കെ പഠിച്ചു. അപ്പോൾ LCM നിങ്ങൾക്ക് കാണാൻ അറിയാം എങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയാൽ, അതായത് നമുക്ക് എ എന്ന് പറയുന്നത് 10 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അത് നമ്മളിങ്ങനെ എഴുതുക. ബി എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ പോട്ടെ, നമ്മൾ ഈ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. എല്ലാ പ്രോബ്ലംസും നമ്മൾ ഈ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ബി എന്ന് പറയുന്നത് എത്ര ഡേയ്സ് കൊണ്ടാണ്? 15 ഡേയ്സ് കൊണ്ട് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. രണ്ടുപേരും ചെയ്യുന്ന വർക്ക് സെയിം ആണ്. എ എന്ന് പറയുന്നത് 10 ഡേയ്സ് കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ബി എന്ന് പറയുന്നത് 15 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോട്ടൽ വർക്ക്, ഇതിപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ടോട്ടൽ വർക്ക് നമ്മൾ അസ്യൂം ചെയ്യും. നമ്മൾ ഇത്ര വർക്ക്, ടോട്ടൽ വർക്ക് ഇത്രയുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ആ അസ്യൂം ചെയ്യുന്ന വർക്ക് ഇതിൻ്റെ LCM ആയാൽ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇതിൻ്റെ LCM എടുക്കുന്നതാണ് ബെറ്റർ. ഓക്കെ. അപ്പോൾ ഈ രണ്ട് വാല്യൂ 10ൻ്റെയും 15ൻ്റെയും LCM നമ്മൾ എന്തെടുക്കും? ടോട്ടൽ വർക്കായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ LCM എന്താണ്? 10ൻ്റെയും 15ൻ്റെയും LCM എന്താണ്? 30 ആണ്. ക്ലിയർ. LCM കാണാൻ അറിയാമല്ലോ. അപ്പോൾ 30 ആണ് LCM കിട്ടുക. ക്ലിയർ.
അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടി, ടോട്ടൽ വർക്കും കിട്ടി. ഇനി എഫിഷ്യൻസി നമ്മൾ ഫൈൻഡ് ചെയ്യണം. എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ഡേയ്സ് ചെയ്താൽ എഫിഷ്യൻസി കിട്ടുമല്ലോ. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ഡേയ്സ് ചെയ്താൽ എഫിഷ്യൻസി കിട്ടും. അതായത് 10 days ആണ് ചെയ്യുന്ന വർക്ക്. ഒരു ഡേ എന്താ ഫസ്റ്റ് ഡേ 1 day ചെയ്യുന്ന വർക്കാണ് എഫിഷ്യൻസി എന്ന് പറയാം. സോ ഒരു ദിവസം ഇത്ര വർക്ക് ചെയ്യും, അതിൻ്റെ കൂടെ നമ്പർ ഓഫ് ഡേയ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ പറയുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? 30/10. ക്ലിയർ? 30/10 ചെയ്താൽ 3 കിട്ടും. ഇതാണ് അതിൻ്റെ എഫിഷ്യൻസി. ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെ 10 days കൊണ്ട് 30 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബി ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? ബി എന്ന് പറയുന്നത് 30/15 ചെയ്താൽ 2 വർക്ക്, 2 വർക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യും. ടോട്ടൽ 15 days കൊണ്ട് 30 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഈ 30 നമ്മൾ അസ്യൂം ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ നോക്കണം, എ എന്ന് പറയുന്നത് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 3 ആണ്, ബി എന്ന് പറയുന്നത് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 2 ആണ്. അപ്പോൾ എയും ബിയും രണ്ടുപേരും ഒരുമിച്ച് ചെയ്താൽ വർക്ക് ടുഗദർ ആണെങ്കിൽ രണ്ടുപേരും കൂടി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? രണ്ടുപേരും കൂടി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? ഈ 3ഉം 2ഉം. ഓക്കെ, 3ഉം 2ഉം. സോ 5 വർക്കാണ് ഒരു ദിവസം അവർ കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ? 5 വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി ഒരു ദിവസം 5 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ടോട്ടൽ എത്രയാണ്? 30 ആണ് ഉള്ളത്. ടോട്ടൽ വർക്ക് നമ്മൾ അസ്യൂം ചെയ്തു 30 ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഒരു ദിവസം 5 വർക്ക്. ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി 5. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6 days എന്ന് കിട്ടും. ക്ലിയർ? 6 days ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ 6 days ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഈ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുക. അതായത് ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ, സിമ്പിളാണ്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. അപ്പോൾ എ എന്നതിന് 10 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ എത്രയാണ്? 15 days. സോ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ LCM കൊണ്ട് നമുക്ക് എന്താ? ടോട്ടൽ വർക്ക് നമ്മൾ ഇതിൻ്റെ LCM എടുക്കുന്നു. എത്രയാണ്? LCM 30 ആണ്. ക്ലിയർ? നമ്പർ ഓഫ് ഡേയ്സും എഫിഷ്യൻസിയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ 30 കിട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ? ഇതെന്ന് പറയുന്നത് 3 ആയിരിക്കും. 10 × 3 30 ആണ്. 15 × 2 30 ആണ്. സോ എഫിഷ്യൻസി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എ 3 ആണ്, ബി 2 ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാണ്? ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു 5 ആണ്. സോ രണ്ടുപേരും കൂടി ഒരു ദിവസം 5 വർക്ക് ചെയ്യും. ടോട്ടൽ വർക്ക് എത്രയാണ്? 30 ആണ്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് ഡേയ്സ് എ പ്ലസ് ബി ഫിനിഷ് ചെയ്യുന്ന നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ എന്താ? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ചെയ്താൽ 6 days ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days, ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 15 days, സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days. ഇഫ് എ ബി സി ടുഗദർ ക്യാൻ ഫിനിഷ് ദ സെയിം വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ്? സോ നമ്മൾ നേരത്തെ 2 ആൾക്കാരാണ് ഉണ്ടായത്. ഇപ്പോൾ എത്രയാണ്? 3 ആൾക്കാരാണ്. എ എത്രയാ? 10 days ആണ്. ബി ആണെങ്കിൽ 15 days ആണ്. സി ആണെങ്കിൽ എത്രയാണ്? സി ആണെങ്കിൽ 12 days ആണ്. ക്ലിയർ? ഇതാണ് നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ ടോട്ടൽ വർക്ക് നമ്മൾ എങ്ങനെ എടുക്കും? LCM എടുക്കണം. അപ്പോൾ 10, 15, 12 ഇതിൻ്റെ LCM എന്തായിരിക്കും? നിങ്ങൾക്ക് വേണമെങ്കിൽ LCM കണ്ടുപിടിക്കുന്ന മെത്തേഡിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 60 ആണെന്ന് അറിയുമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. അതായത് ഇവിടെ കറക്റ്റ് നമ്മൾ LCM എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. പക്ഷേ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മൾ LCM എടുക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ 60 ആണ് നമ്മൾ ടോട്ടൽ വർക്കായി അസ്യൂം ചെയ്ത്. ഇത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ഡേയ്സ് എത്ര കിട്ടും? അപ്പോൾ ഇവിടെ 6 ആണ് കിട്ടുക. ഇവിടെ 60 ഡിവൈഡ് ബൈ 15 4 കിട്ടും. ഇവിടെ 5 കിട്ടും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്താണ്? ഓരോ ആൾക്കാരും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാണ്? എ എന്ന് പറയുന്നത് 6 ആണ്, ബി 4 ആണ്, സി 5 ആണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാണ്? ടോട്ടൽ ആഡ് ചെയ്താൽ 10ഉം 5ഉം 15. ക്ലിയർ? ഇതാണ് ഇവർ 3 പേരും കൂടി ഒരു ദിവസം ഫിനിഷ് ചെയ്യുന്ന വർക്ക്. ടോട്ടൽ എത്ര വർക്കാണുള്ളത്? 60. ഒരു ദിവസം എത്ര വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 15. അതായത് എഫിഷ്യൻസി 15 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 60 ഡിവൈഡ് ബൈ 15. 60 ഡിവൈഡ് ബൈ 15 എത്രയാ? 4 days. ക്ലിയർ? ആൻസർ 4 days ആണ്. പക്ഷേ ഇവിടെ ആൻസർ ഇല്ല. അപ്പോൾ
ഓപ്ഷൻ ഡി ആണ് നമ്പർ ഓഫ് ദിസ് നൺ ഓഫ് ദിസ്. ഓക്കെ, നൺ ഓഫ് ദിസ് ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് LCM ആണ് നമ്മൾ ടോട്ടൽ വർക്കായിട്ട് അസ്യൂം ചെയ്യുന്നത്. അത് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക, സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ A ആൻഡ് B ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 32 days. അപ്പോൾ ഇതുവരെ നമ്മൾ A എത്ര ഡേയ്സ് എടുക്കുന്നു, B എത്ര ഡേയ്സ് എടുക്കുന്നു, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലേ. പക്ഷേ ഇതിലോ A ആൻഡ് B, അപ്പോൾ A പ്ലസ് B ആണ് ഇവിടെ പറയുന്നത്. A പ്ലസ് B ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 32 days. ക്ലിയർ? എയും ബിയും ഒരുമിച്ച് 32 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താ, A alone ക്യാൻ ഡു എ വർക്ക് ഇൻ 48 days. അപ്പോൾ A മാത്രം എത്രയാണ്, 48 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ടൈം ബൈ B alone ടു കംപ്ലീറ്റ് ദ വർക്ക്. B മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ, വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കും എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ 32 അതുപോലെ 48. അപ്പോൾ ഇതിൻ്റെ LCM നമുക്ക് എത്രയാ, 96 ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. എങ്ങനെയാ, 48 × 2 32 × 3 ആണ് 96. അപ്പോൾ ഇത് അറിയുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം. അതായത് LCM ഇതാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് അത് കാണുമ്പോൾ തന്നെ 32 × 2 32 × 3 96 ആണ്, 48 × 2 96 ആണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ LCM കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു 96 ആണ് ടോട്ടൽ വർക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, 96/32 3 ആണ്, 48 × 2 ആണ് 96. അപ്പോൾ എഫിഷ്യൻസി കിട്ടി. ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. A പ്ലസ് B എന്ന് പറയുന്നത് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 3 ആണ്. A മാത്രം 2 വർക്ക്. അങ്ങനെയാണെങ്കിൽ B എത്രയായിരിക്കും? A പ്ലസ് B എന്ന് പറയുന്നത് 3 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. A മാത്രം 2 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ B എന്ന് പറയുന്നത് A പ്ലസ് B ചെയ്യുന്ന വർക്കിന്ന് A മാത്രം ചെയ്യുന്ന മൈനസ് ചെയ്താൽ പോരെ, മതി. അപ്പം അങ്ങനെ ആകുമ്പോൾ A പ്ലസ് B എത്രയാ, 3 - 2 ചെയ്താൽ ബിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ക്ലിയർ? B ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് 1 ആണ്. ക്ലിയർ? അപ്പോൾ B ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് 1 കിട്ടി. ടോട്ടൽ വർക്ക് എത്രയാണ്, 96 ആണ്. അങ്ങനെയാണെങ്കിൽ B ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കും? B എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കും? ടോട്ടൽ വർക്ക് 96 ആണ്, ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 96 ഡേയ്സ് ആണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ക്ലിയർ? 96 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കിയേ, A, B ആൻഡ് C ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days. അപ്പോൾ ഇവിടെ 3 പേരുണ്ട്. A പ്ലസ് B പ്ലസ് C ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days. നെക്സ്റ്റ് A ആൻഡ് B ടുഗദർ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ എത്രയാ, 20 days. അപ്പോൾ ഇവിടെ A പ്ലസ് B ആണ് 20 days കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇൻ ഹൗ മെനി ഡേയ്സ് C വർക്കിംഗ് എലോൺ ക്യാൻ ഫിനിഷ് എ വർക്ക്. അപ്പോൾ C മാത്രം വർക്ക് ചെയ്താൽ എത്ര ഡേയ്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും? അപ്പോൾ ഇത് നമ്മൾ സെയിം മെത്തേഡാണ്. LCM എടുക്കാം. 20ഉം 12ഉം 20ഉം 12ഉം ഏതിൻ്റെ, ഈ രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും പൊതുവായിട്ട് വരുന്ന നമ്പറാണ് ഇതിൻ്റെ LCM. അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ 60, 20 × 3 ആണ് 60. പിന്നെയോ 12 × 5 ആണ് 60. ക്ലിയർ? അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ A പ്ലസ് B പ്ലസ് C എന്ന് പറയുന്ന ഒരു ദിവസം ചെയ്യുന്ന 5 വർക്കാണ്. Aയും Bയും 3 വർക്കാണ്. അങ്ങനെയാണെങ്കിൽ C മാത്രം എത്രയാണ്? നോക്കിയേ, ഇവിടെ Aയും Bയും ഉണ്ട്, അതിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. സോ 5 - 3 ആണ് C മാത്രം ചെയ്യുന്നത്. 2 വർക്കാണ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 2 ആണ്, ടോട്ടൽ വർക്ക് 60 ആണ്. അപ്പോൾ C എലോൺ ക്യാൻ കംപ്ലീറ്റ് എത്രയാണ്? 60 / 2 ആണ്. 30 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? 30 ഡേയ്സ് കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കിയേ, സിമ്പിൾ അല്ലേ. അപ്പോൾ ആ മെത്തേഡ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരുന്നൊരു ചലഞ്ച് എന്ന് വെച്ചാൽ LCM കണ്ടുപിടിക്കാനാണ്. ചിലപ്പോൾ വലിയ നമ്പേഴ്സൊക്കെ വന്നാൽ LCM കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്ലിയർ? അപ്പോൾ LCM കണ്ടുപിടിക്കേണ്ട ഷോർട്ട് കട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ നിങ്ങൾ കാണാം. അടുത്ത് നോക്കിയാൽ A ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 4 days. അപ്പോൾ A എന്ന് പറയുന്നത് 4 days. A ആൻഡ് B ആണ് ഇവിടെ പറയുന്നത്. A പ്ലസ് B അപ്പം എഴുതാം. A പ്ലസ് B എന്ന് പറയുന്നത് 4 days കൊണ്ട് കംപ്ലീറ്റ് ആവും. വൈൽ C ആൻഡ് D ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 12 days. അപ്പോൾ C പ്ലസ് D എന്ന് പറയുന്നത് 12 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും.
ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ എ ബി സി ആൻഡ് ഡി ഡു ഇറ്റ് ടുഗദർ. അപ്പോൾ എയും ബിയും സിയും 4 പേരും ഒരുമിച്ച് ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 4, 12 എന്താണ് എൽസിയം? 4ൻ്റെയും 12ൻ്റെയും എൽസിയം 12 അല്ലേ? രണ്ടിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 12 ഉണ്ടല്ലോ, ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 × 3 ആണ് 12, 12 × 1 ആണ് 12. സോ ഇതിൻ്റെ എഫിഷ്യൻസി കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? 4 പേരും ഒരുമിച്ച് ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എ പ്ലസ് ബി എത്രയാണ്? 3 വർക്കാണ് ഇവർ കംപ്ലീറ്റ് ചെയ്യുക. സി ആൻഡ് ഡി എത്രയാണ്? 1 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുക. സോ ഇത് ആഡ് ചെയ്താൽ ടോട്ടൽ 4 വർക്ക് ഇവർ കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? ടോട്ടൽ 4 വർക്ക് ഇവർ 4 പേരും കൂടി കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വർക്കുള്ളത്? 12 ആണ് നമുക്ക് ടോട്ടൽ വർക്ക് ഉള്ളത്. 12 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പേരും കൂടി ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ഇവരുടെ 4 പേരുടെ എഫിഷ്യൻസി 4 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 3 ഡേയ്സ് കൊണ്ട് ഇവർ 12 വർക്ക് കംപ്ലീറ്റ് ആവും അല്ലേ? ഒരു ദിവസം 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ 12 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കണം? 3 ഡേയ്സ് എടുക്കണം. ക്ലിയർ? സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഈ ഓപ്ഷൻ ഇല്ല, 4 ഓപ്ഷനുകൾ ഉണ്ടാവും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ക്യാൻ ഡു എ വർക്ക് ഇൻ 12 ഡേയ്സ്, ബി ആൻഡ് സി ഇൻ 15 ഡേയ്സ്, സി ആൻഡ് എ ഇൻ 20 ഡേയ്സ്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് നേരത്തെ തന്നിട്ടുള്ളത് ഇത് ഡയറക്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് നോക്കിയാൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് 12 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ് ബി പ്ലസ് സി ആണ് പറയുന്നത്, എത്ര ഡേയ്സ് കൊണ്ട്? 15 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്താണ്? സി പ്ലസ് എ എന്ന് പറയുന്നത് 20 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ നോക്കിയേ, നേരത്തെ എ ബി സി ഡി അങ്ങനെ 4 എണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നോക്കിയാലോ, എ ബി പിന്നെ ബി സി ആണ്. അതായത് ഇവിടെ നോക്കിയേ 2 ടൈംസ് എ ഉണ്ട്, 2 ടൈംസ് ബി ഉണ്ട്. നമ്മൾ ഇത് ടോട്ടൽ ആഡ് ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡും നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ കിട്ടും? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ബി സി പ്ലസ് സി പ്ലസ് എ, ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എൽസിയം കണ്ടുപിടിക്കണം. 15, 20, 12. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എൽസിയം എത്രയാണെന്ന് അറിയാം? 60 ആണ്. അപ്പോൾ ഈ നിങ്ങൾ 15, 12 ഇതൊക്കെ വന്നാൽ 60 ആയിരിക്കാം അതിൻ്റെ എൽസിയം. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ചോദിക്കുക. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ 12, 15, 20, 12 × 5, 15 × 4, 20 × 3, ഇങ്ങനെയാണ് ഇതിൻ്റെ എഫിഷ്യൻസി വരിക. ആണെങ്കിൽ നമ്മൾ ഈ 3 ഇപ്പോൾ ആഡ് ചെയ്തു. ടോട്ടൽ 3. ഇപ്പോൾ നമുക്കൊരു 3 ഇക്വേഷൻ ഉണ്ട്. ആ 3 നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഇതാ എഫിഷ്യൻസി നമ്മൾ ആഡ് ചെയ്യുന്നു. എഫിഷ്യൻസി ആഡ് ചെയ്യുമ്പോൾ 5 + 9 12 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇത് നോക്കിയേ, ഇവിടെ എ പിന്നെ ഇവിടെ എ 2a പ്ലസ് ബിയും 2b പ്ലസ് സിയും 2c ഈക്വൽ ടു എത്രയാണ്? 12 ആണ്. ഇവിടെ നമ്മൾ 2 കോമൺ ആയി എടുക്കുന്നു. സോ 2 കോമൺ ആയി എടുത്താൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാണ്? 12/2, 6 ആണ് ഇതിൻ്റെ എഫിഷ്യൻസി ആയി കിട്ടുക. എയും ബിയും സിയും മാത്രം ഒരു ദിവസം, അവർ 3 കൂടി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന 6 വർക്കാണ്. ക്ലിയർ? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയാണ്? ടോട്ടൽ വർക്ക് നമുക്കറിയാം 60 ആണ്. ഡിവൈഡ് ബൈ എഫിഷ്യൻസി ചെയ്താൽ ഇവർ 3 പേരും കൂടി എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. എത്ര ഡേയ്സ് ആണ്? 10 ഡേയ്സ് കൊണ്ട് ഇവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. 10 ഡേയ്സ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? 10 ഡേയ്സ് കൊണ്ട് ഇവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കിയാൽ എ ആൻഡ് ബി ക്യാൻ ഡു എ വർക്ക് ഇൻ 8 ഡേയ്സ്. എയും ബിയും 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. സെയിം ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് 8 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ബി ആൻഡ് സി ഡു ദ സെയിം വർക്ക് ഇൻ 12 ഡേയ്സ്. സോ ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാണ്? 12 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇനി എ പ്ലസ് ബി പ്ലസ് സി ടുഗദർ ക്യാൻ ഫിനിഷ് ഇൻ, അപ്പോൾ ഇവിടെ നോക്കിയേ, എ പ്ലസ് ബി പ്ലസ് സി നമ്മൾ നേരത്തെ പോലെയല്ല, വേറൊരു ടൈപ്പാണ്. അങ്ങനെ വന്നാൽ എത്ര? 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? എ ആൻഡ് സി, എ പ്ലസ് സി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എ പ്ലസ് സിൻ്റെ എഫിഷ്യൻസി ആണ് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത്.
ആദ്യം തന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ LCM ഫൈൻഡ് ചെയ്യും. 8, 12, 6. 8-നും 12-ൻ്റെയും 6-ൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കോമൺ ആയി വരുന്ന നമ്പർ ഏതാണ്? 24 അല്ലേ? 24 ആണ്. 8 × 3, 12 × 2, 6 × 4. ക്ലിയർ? അപ്പം ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇത്രയും കാര്യം കിട്ടിയില്ലേ? ഇവിടെ നോക്കിയേ, A+B+C. പക്ഷെ ഇവിടെ B+C ഉണ്ട്. ആ B+Cൻ്റെ വാല്യൂ ഇവിടെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എന്റെ വാല്യൂ മാത്രം കിട്ടില്ലേ? എന്റെ വാല്യൂ മാത്രം കിട്ടും. അപ്പോൾ ഇതിന്ന് നമ്മൾ എന്റെ വാല്യൂ മാത്രം കൊടുക്കുന്നു. അപ്പോൾ B+C എന്ന് കിട്ടും. A+B+Cൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി, 2 ആണ്, ഈക്വൽ ടു 4 ആണെന്ന് കിട്ടി. അതായത് A+B+C എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത്. B+C 2 യൂണിറ്റ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ B+Cൻ്റെ വാല്യൂ 2 ആണ്, ടോട്ടൽ 4 ആണ്. അപ്പോൾ A മാത്രം എന്ത് കിട്ടും? 4 - 2, 2 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. A എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. A 2 ആണെന്ന് കിട്ടിയാൽ നമുക്ക് എന്താ ഇനി കണ്ടുപിടിക്കേണ്ടത്? C ആണ്. A 2 ആണെന്ന് കിട്ടി. പിന്നെ A+B എന്ന് പറയുന്നത് 3 ആണ്. സോ ആ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ? A+B എന്ന് പറയുന്നത് 3 ആണ്. സോ 3 + C എന്ന് പറയുന്നത് 4 ആണ്. സോ C ഈക്വൽ ടു 4 - 3, 1 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ A എന്ന് പറയുന്നത് അതിൻ്റെ എഫിഷ്യൻസി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് 2 ആണ്. C ആണെങ്കിൽ 1 ആണ്. സോ A+C എന്ന് പറയുന്നത് 2 + 1 ഈക്വൽ ടു 3 വർക്കാണ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുക. 3 യൂണിറ്റ് ആണ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുക. ടോട്ടൽ എത്ര വർക്ക് ഉണ്ട്? നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ 24. Aയും Cയും ഒരു ദിവസം 3 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ടോട്ടൽ വർക്ക് 24. അപ്പോൾ 24/3 ചെയ്താൽ എത്ര ഡേയ്സ് കൊണ്ട് Aയും Cയും കൂടി കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. 24/3 എന്താണ്? 8 ഡേയ്സ് കൊണ്ട് ഇവർ കംപ്ലീറ്റ് ചെയ്യും. A+C 8 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? 8 ഡേയ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിയാൽ A and B ടുഗദർ ക്യാൻ കംപ്ലീറ്റ് 1/5 ഓഫ് എ വർക്ക്. നേരത്തെയൊക്കെ കറക്റ്റ് പറഞ്ഞു, എയും ബിയും ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ 1/5 ആണ് പറയുന്നത്. അതായത് A+B എന്ന് പറയുന്നത് അവർ 1/5 വർക്കാണ് എത്ര ഡേയ്സ് കൊണ്ട്? 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ B+C എന്ന് പറയുന്നത് 1/8 വർക്കാണ് 5 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതുപോലെ A+C എന്ന് പറയുന്നത് ക്യാൻ കംപ്ലീറ്റ് ഹാഫ് ഓഫ് ദ വർക്ക്. അപ്പോൾ 1/2, ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. അതാണ് 10 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇൻ ഹൗ മെനി ഡേയ്സ് A, B ആൻഡ് C ടുഗദർ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക്. അപ്പോൾ A+B+C ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അതിൻ്റെ എഫിഷ്യൻസിയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ A+B 1/5 പാർട്ടാണ് 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ടോട്ടൽ വർക്കിൻ്റെ 1/5, അതായത് 5 വർക്ക് ഉണ്ടെങ്കിൽ ഒരു പാർട്ട് മാത്രമാണ് 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിലോ 6 × 5 ആണ്. A+B അതായത് ടോട്ടൽ വർക്ക് നേരത്തെ 1/5 വർക്കാണ് 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക A+B എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? 6 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡേയ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ? 1/5 5 പാർട്ടിൽ ഒരു പാർട്ടാണ് 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം 5 പാർട്ടും കംപ്ലീറ്റ് ചെയ്യാൻ 6 × 5. ക്ലിയർ? നിങ്ങൾ ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും. അങ്ങനെ B+C ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണ്? 8 × 4 ആണ്. 5 × 8 ആണ്. 5 × 8 40 ഡേയ്സ് കൊണ്ടാണ് ഇവർ കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ? അതൊക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ A+C എങ്ങനെയാണ്? ഇതും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10 × 2 20 ഡേയ്സ് കൊണ്ടാണ് ഇവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അത്രയും കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിൻ്റെ LCM നമ്മൾ എടുക്കുന്നു. LCM എന്താണ്? 3, 4, 2. അതെന്താണ് LCM? 12 ആണ്. 30, 40, 20 വന്നാൽ 120 ആണ്. ക്ലിയർ? ആ കാര്യം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? 30 × 4 ആണ് 120, 40 × 3 ആണ് 120, 20 × 6 ആണ് 120. ക്ലിയർ? അപ്പോൾ എഫിഷ്യൻസി ഇങ്ങനെയാണ് വരിക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതൊക്കെ ആഡ് ചെയ്യാം. A+B + B+C + A+C. അപ്പോൾ ഇവിടെ കിട്ടുന്നത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ? അതായത് നമ്മളിതാ ഇവിടെ ചെയ്ത പോലെ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2A + B + C ആണ് ഇവിടെ കിട്ടുക നമുക്ക് ആഡ് ചെയ്യുമ്പോൾ. സോ 2A + B + C ആണ് നമുക്ക് കിട്ടുക.
എന്ന് പറയുന്നത് എത്രയാണ് 13 ആണെന്ന് കിട്ടും. 4 7 + 6 13. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ A + B എത്രയാണ്? A + B + C എന്ന് പറയുന്നത് ഇതിൻ്റെ എഫിഷ്യൻസി 3 പേരുടെയും കൂടി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 13/2. ക്ലിയർ? ഇത്രയാണ് 3 പേരും കൂടി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക്. ടോട്ടൽ വർക്ക് എത്രയാണ്? ടോട്ടൽ 120 ആണ് വർക്ക്. ഡിവൈഡ് ബൈ അവരുടെ എഫിഷ്യൻസി 13/2. ക്ലിയർ? എന്ത് കിട്ടും? 120 ഇൻറ്റു ആ 2 ഡിനോമിനേറ്ററിലെ 2 എന്താവും? നേരെ മേലെ പോവും. അപ്പോൾ ഇൻറ്റു 2 ആവും. ഡിവൈഡ് ബൈ 13 കിട്ടും. ക്ലിയർ? സോ 240 ഡിവൈഡ് ബൈ 13 എത്ര കിട്ടും? 24ൽ 1 ടൈം പിന്നെ 8. സോ 18 6/13 എന്ന് കിട്ടും. ക്ലിയർ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 18 6/13. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യം മാത്രമാണ്. 1/5 വർക്ക് 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക? ആ 5 6ഉം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ കൺസെപ്റ്റ് എന്താ എഫിഷ്യൻസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു എഫിഷ്യൻസി എന്താണ്. എഫിഷ്യൻസി ഇസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. ചിലപ്പോൾ എന്താ നമ്മളിപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് പറയുകയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയാം. ഇനി നമ്പർ ഓഫ് അവേഴ്സാണ്. ഇപ്പോൾ 10 hours കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന പറഞ്ഞാൽ 1 hourൽ ചെയ്യുന്ന വർക്കിനെയാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയാം. പെർ യൂണിറ്റ് ടൈം, ആ യൂണിറ്റ് ടൈം നമ്മൾ നിശ്ചയിക്കണം. പിന്നെ മോർ എഫിഷ്യൻസി ലെസ് ടൈം, എഫിഷ്യൻസി കൂടുമ്പോൾ ടൈം കുറയും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 ടോട്ടൽ 10 മരമാണ് കട്ട് ചെയ്യേണ്ടത്. ഒരു ദിവസം തന്നെ 5 മരം കട്ട് ചെയ്യുന്നു പറഞ്ഞാൽ അയാളുടെ എഫിഷ്യൻസി 5 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൊണ്ട് 5, അതായത് എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 ട്രീ കട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 2 ഡേയ്സ് കൊണ്ട് അയാൾക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യൽ വർക്ക് പറ്റും. ഇനി അതല്ല 2 ആണ് അയാളുടെ എഫിഷ്യൻസി, ഒരു ദിവസം 2 ട്രീ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലോ 5 ഡേയ്സ് എടുക്കും. ഇനി അതല്ല ഒരു മരമാണ് ഒരു ഡേ കട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 10 ഡേയ്സ് എടുക്കും. അതായത് ഇവിടെ നോക്കിയേ, എഫിഷ്യൻസി കുറയുമ്പോൾ എന്തായി? ഇത് കൂടിക്കൊണ്ട് വന്നു. 5 ഉള്ളത് 2 ആകുമ്പോൾ 2 ഉള്ളത് 5 ആയി മാറി. ക്ലിയർ? ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എഫിഷ്യൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. എഫിഷ്യൻസി കൂടുമ്പോൾ ടൈം കുറയും, ടൈം കൂടുമ്പോൾ എഫിഷ്യൻസി കുറയും. ആ കാര്യം പഠിച്ചു വെക്കുക. ഇനി നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്, ചിലപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താ കൺഫ്യൂഷൻ ആയിരിക്കും. വളരെ ട്വിസ്റ്റ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് A ഈസ് 2 times മോർ എഫിഷ്യൻറ്റ് ദാൻ B, അല്ലെങ്കിൽ എന്താ A ഈസ് 2 times ആസ് എഫിഷ്യൻറ്റ് ആസ് B. അപ്പോൾ ഇവിടെ എന്താ മോർ എഫിഷ്യൻറ്റും ആസ് എഫിഷ്യൻറ്റും പറയും. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ഇതാണ്. എന്താ A ഈസ് 2 times മോർ എഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ എന്താ A എന്ന് പറയുന്നത് എയും ബിയും ഉണ്ട്. A ഈസ് ടു B എന്ന് പറയാം. A ഈസ് 2 times എഫിഷ്യൻറ്റ് മോർ ദാൻ 2 times മോർ എഫിഷ്യൻറ്റ്. മോർ എഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ B 1 ആണെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി അധികം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ 2 ഇരട്ടി എത്രയാണ്? 2, അത്രയും അധികം. അപ്പോൾ 1ൻ്റെ കൂടെ 2 കൂട്ടണം. സോ ടോട്ടൽ ഇത് 3 ആയിരിക്കും. A ഒരു വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്, അതാണ് എൻ്റെ എഫിഷ്യൻസി. B ഒരു വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്, അപ്പോൾ ബീൻ്റെ എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ പറയുന്നു എന്താ A ഈസ് 2 times മോർ എഫിഷ്യൻറ്റ്. 2 times മോർ എഫിഷ്യൻറ്റ്, ഇവിടെ മോറാണ് നോക്കേണ്ടത്, ഇതിൽ നമ്മൾ ആസാണ് നോക്കേണ്ടത്. ഓക്കെ, മോർ എഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ എത്രയാണോ പറഞ്ഞാൽ അത്രയും ആഡ് ചെയ്യാം. സോ 1ൻ്റെ കൂടെ അതിൻ്റെ 2 times ആഡ് ചെയ്താൽ 3 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എഫിഷ്യൻസിനെ നേരെ തിരിച്ചിട്ടാൽ നമുക്ക് ടൈം കിട്ടും. അതായത് ഇപ്പോൾ 3 ഉള്ളത് നമ്മൾ 3:1 ആണ് ഇതിൻ്റെ റേഷ്യോ എന്ന് വിചാരിക്കുക. എൻ്റെയും ബിൻ്റെയും എഫിഷ്യൻസിൻ്റെ റേഷ്യോ 3:1 ആണ്. അങ്ങനെയാണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ കാര്യം പഠിച്ചു വെക്കുക. എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നോക്കിയേ, ആസ് എഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയും ബിയും, ബി 1 ആണ്, എഫിഷ്യൻസി 1 ആണ്. A ഈസ് 2 times ആസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് 2 times 1 ആണ്. അപ്പോൾ കറക്റ്റ് 2 times എത്രയാണ്? 2 ആണ്. ഇതാണ് അതിൻ്റെ എഫിഷ്യൻസി. സോ എഫിഷ്യൻസി ഇങ്ങനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ടൈം എന്ന് പറയുന്നത് 1:2 ആണ്. ക്ലിയർ? ആ കാര്യം നോക്കി വെക്കുക. ക്ലിയർ? സിമ്പിൾ അല്ലേ? അടുത്ത മൂന്നാമത്തെ ഒരു കേസ്. അപ്പോൾ 2 കേസായി. മൂന്നാമത്തെ കേസ് നോക്കിയേ, A ഈസ് 25% മോർ എഫിഷ്യൻറ്റ് ദാൻ B. അപ്പോൾ ആദ്യം നമ്മളിവിടെ പഠിക്കേണ്ടത്
25% എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം 25% എന്ന് പറഞ്ഞാൽ by 100. ക്ലിയർ? അപ്പോൾ ഇതെന്ന് പറയുന്നത് 1/4 ആണ്. 25% എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ? 25% 1/4 ആണ്. അപ്പോൾ എ ഈസ് 25% മോർ. എ ആണ് കൂടുതൽ. സോ നമ്മൾ നേരത്തെ എഴുതിയ പോലെ എയും ബിയും എഫിഷ്യൻസിയാണ് നമ്മൾ എഴുതുന്നത്. എ ഈസ് 25% മോർ. അതായത് ബി എന്ന് പറയുന്നത് ഇപ്പോൾ 4 ആണെങ്കിൽ എ 25% മോർ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താണ് എ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 5 ആണ്. ക്ലിയർ? അതായത് ആക്ച്വലി 4 ഉള്ളത് 25% ഇൻക്രീസ് ചെയ്തിട്ട്, അതായത് 25% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ് 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. അതാണ് ഇത് മീൻ ചെയ്യുന്നത്. അതായത് 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ 4 ഉണ്ടെങ്കിൽ അതിൻ്റെ 25% ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞാൽ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് 5 ആയി. അപ്പോൾ 4 ഉള്ളത് 5 ആയി. അങ്ങനെയാണെങ്കിൽ ടൈം എന്തായിരിക്കും? ടൈം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്. എന്താണ്? 4:5. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്താ? എ ഈസ് 2 times ആസ് എഫിഷ്യൻറ്റ് ആസ് ബി. ഓക്കെ. അതുപോലെ ബി ഈസ് 3 times ആസ് എഫിഷ്യൻറ്റ് ആസ് സി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കാം. അതായത് ഇവിടെ എയും ബിയും സിയും ഉണ്ട്, 3 ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് പറയുന്നു? എ ബി സി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസിൻ്റെ റേഷ്യോ എന്തായിരിക്കും? എഫിഷ്യൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എ ഈസ് 2 times ആസ് എഫിഷ്യൻറ്റ് ആസ് ബി. എ എന്ന് പറയുന്നത്, അതായത് ബി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അതിൻ്റെ 2 times ആണ് എ. ആസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 2 times ആണ്. ഓർക്കുക, ആസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 2 times ആണ്. മോർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ എ ഈസ് കറക്റ്റ് 2 times ആണ്. 2 കിട്ടി. ഇനി നോക്കിയാൽ ബി ഈസ് 3 times ആസ് എഫിഷ്യൻറ്റ് ആസ് സി. അപ്പോൾ സി 1 ആണെങ്കിൽ ബി എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ റേഷ്യോ എന്താ? A/B/C കണ്ടുപിടിക്കണ്ടേ? A/B/C ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഇവിടെ നമുക്ക് 2 സെപ്പറേറ്റ് റേഷ്യോ ആണ് തന്നെ. അപ്പോൾ രണ്ടിനെയും ഒരുപോലെ ആക്കാൻ, A/B/C ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കോമൺ ആയിട്ടുള്ള ടേം ഏതാ? ബി ആണ്. ഓക്കെ. അപ്പോൾ ബീൻ്റെ 2 റേഷ്യോ സെയിം ആക്കാം. ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇവിടെയും 3 വന്നാൽ നമുക്ക് ഡയറക്റ്റായി ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ 3 വരണം. അപ്പോൾ എന്താ? ഇവിടെ ഒരു × 3 ഇട്ടാൽ പോരെ? പക്ഷെ അങ്ങനെ × 3 ഇട്ടാൽ നമുക്ക് എന്ത് വരും? വാല്യൂവിൽ മാറ്റം വരും. അപ്പോൾ ഇതേപോലെ ഇവിടെ ഒരു × 3 ഇടാം. ഇപ്പോൾ വാല്യൂവിൽ മാറ്റമില്ല. അപ്പോൾ എ എന്ന് പറയുന്നത് എത്രയാവും? എ എന്ന് പറയുന്നത് ഇപ്പോൾ 6 ആവും. ക്ലിയർ? ബി എന്ന് പറയുന്നത് ഇവിടെ 3 ആവും. ഇവിടെയും 3 ആണ്. അങ്ങനെ രണ്ടും 3 വന്നാൽ എന്തായി? നമുക്ക് കോമൺ ആയിട്ട് 3 തന്നെ എഴുതാം. അതുകൊണ്ട് ഇത് 1 ആയിട്ട് എഴുതാം. ക്ലിയർ? അതായത് ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 3 കിട്ടി. അപ്പോൾ ബി 2 കേസിലും 3 ആണ്. അങ്ങനെയാണെങ്കിൽ സി 1 ആയിരിക്കും. സോ ഇതാണ് A/B/C കിട്ടുക. A/B/C ഇതാണ് കിട്ടുക. ഇത് എഫിഷ്യൻസിയാണ്. അങ്ങനെയാണെങ്കിൽ ടൈം എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു എഫിഷ്യൻസി ഇപ്പോൾ 1:2 ആണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എന്തിട്ടെ 3:1 ആണ്. 3:1 അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈം എന്ന് പറയുന്നത് 1:3 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ കേസിൽ എന്താണ്? 3 ആൾക്കാർ വന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചിടും? 1:3:6 ആണോ? 1:3:6 ആണോ? 1:3:6 ആണോ ഇതിൻ്റെ റെസിപ്രോക്കൽ ആണോ? ഇതിനെ തിരിച്ചിട്ടാൽ നമുക്ക് അങ്ങനെയാണ് ഇതിൻ്റെ ടൈം അത്രയാണ് കിട്ടുക? അല്ല, ഇത് റോങ് ആണ്. ആക്ച്വലി ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ നേരെ റെസിപ്രോക്കൽ, അതായത് 1/, എന്നുണ്ടാവും. എഫിഷ്യൻസിൻ്റെ 1/, ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എഫിഷ്യൻസി 3 ആണെങ്കിൽ ടൈം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ഇതാണ് നമുക്ക് ചെയ്തത്. അതായത് എഫിഷ്യൻസി എന്ന് പറയുന്നത് 3:1. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് 3 ആണെങ്കിൽ 1/3 ആണ് ഇതിൻ്റെ ടൈം. 1 ആണെങ്കിൽ 1/1 ആണ്. ക്ലിയർ? അങ്ങനെ 1/, ഇട്ടിട്ട് എഴുതണം നമ്മൾ. ഇനി നമ്മൾ ഒരിക്കലും ഫ്രാക്ഷനായിട്ട് നമ്മുടെ റേഷ്യോനെ എഴുതില്ല. അപ്പോൾ ആ ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ LCM കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3ൻ്റെയും 1ൻ്റെയും LCM 3 ആണ്. സോ × 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയും × 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഒരു റേഷ്യോയിൽ ഒരിക്കലും നമ്മൾ ഒരു സൈഡിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. രണ്ടിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് കിട്ടും? 3/3 1 കിട്ടും. 3/1 3 കിട്ടും. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമുക്ക് എഫിഷ്യൻസിയും ടൈമും കിട്ടിയത്.
അപ്പോൾ ഇത് നമ്മൾ 2 എണ്ണം വരുമ്പോൾ കറക്റ്റ് തിരിച്ചിട്ടാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ 3 എണ്ണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ 3 എണ്ണം വന്നു, എന്താണ് 6:3:1 വന്നു. ഇത് എഫിഷ്യൻസിയാണ്. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് 1/6:1/3:1/1 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈ ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ LCM എന്താണ്? 6:3:1. LCM എന്ന് പറയുന്നത് 6 ആണ്. സോ LCM കൊണ്ട് ഇതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6. അപ്പോൾ അങ്ങനെ വന്നാൽ 6ഉം 6ഉം 6/6 1, 6/3 2, 6/1 6. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈമിൻ്റെ റേഷ്യോ വരിക. നമ്മൾ നേരത്തെ നോക്കി ഇങ്ങനെ തിരിച്ചിട്ടാൽ 1:3:6 കിട്ടും. പക്ഷേ ആക്ച്വലി എന്താ കിട്ടുന്നത്? 1:2:6 ആണ് ഇതിൻ്റെ റേഷ്യോ കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ അങ്ങനെയാണ്. A is 2 times more efficient than B എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ മോർ എന്ന് പറഞ്ഞാൽ 3 വരും. 1 ഉണ്ടായത് എത്രയാണ്? മോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ റേഷ്യോ നേരെ തിരിഞ്ഞു വരും. ടൈമിൻ്റെ റേഷ്യോ തിരിഞ്ഞു വരും. ഇനി 2 times as എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ഡബിളായി എടുക്കുക. അതായത് 2 times as, അപ്പോൾ കറക്റ്റ് ഡബിൾ 2 times എടുക്കുക. 3 times as, കറക്റ്റ് 3 times എടുക്കുക. ക്ലിയർ? പിന്നെ 25% നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അതുപോലെ എടുക്കുക. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. A is twice as good a workman as B. അപ്പോൾ A എന്ന് പറയുന്നത് എയും ബിയും, A എന്ന് പറയുന്നത് 3 times good as workman as B എന്ന് പറയുന്നത്. അപ്പോൾ B 1 ആണെങ്കിൽ, ബീൻ്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ അതിൻ്റെ ആസ് ഗുഡ് ആസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 3 times ആസ് ഗുഡ്. മോർ എന്ന് പറഞ്ഞാലാണ് നമ്മൾ മാറ്റേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇത് 3 ആണ് ഇതിൻ്റെ എഫിഷ്യൻസി. ക്ലിയർ? എൻ്റെ ബീൻ്റെ എഫിഷ്യൻസി കിട്ടി. ഇനി എന്താണ്? ഇഫ് A and B ടുഗദർ ഫിനിഷ് എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days. ഇവിടെ നമുക്ക് കിട്ടിയത് എഫിഷ്യൻസിയാണ്. അപ്പോൾ എയും ബിയും A+B കൂടിയാൽ എഫിഷ്യൻസി എത്രയാണ്? 3+1 4 ആണ്. രണ്ടുപേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അവർ എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? 6 days ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് 4 വർക്കാണ്. സോ 6 days ചെയ്താൽ ടോട്ടൽ എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? 24 വർക്കാണ് ഇവർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് 24 ആണ്. അതെങ്ങനെ മനസ്സിലായി? നമുക്ക് എഫിഷ്യൻസി തന്നു 4 ആണെന്ന് കിട്ടി. അപ്പോൾ അവർ ചെയ്യുന്ന വർക്ക് 6 days ആണ്. സോ 4 രണ്ടിൻ്റെയും കൂടിയിട്ട് എഫിഷ്യൻസി 4 × 6 24. ടോട്ടൽ വർക്ക് 24 ആണ്. ഫൈൻഡ് ദ ടൈം ടു കംപ്ലീറ്റ് ദ വർക്ക് ബൈ A alone. ടോട്ടൽ വർക്ക് 24. എൻ്റെ മാത്രം എഫിഷ്യൻസി 3. ക്ലിയർ? എൻ്റെ മാത്രം 3 ആണ്. അങ്ങനെയാണെങ്കിൽ 8 days കൊണ്ട് A alone കംപ്ലീറ്റ് ചെയ്യും. 8 days ആണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയേ. A can do a piece of work in 24 days. അപ്പോൾ A എന്ന് പറയുന്നത് 24 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. B is 60% മോർ എഫിഷ്യൻറ്റ് ദാൻ A. B എന്ന് പറയുന്നത് 60%. അപ്പോൾ എന്താണ് 60%? 60% എന്ന് പറഞ്ഞാൽ 60/100. ഇതും പോയി, ബാക്കി 3/5. ക്ലിയർ? 3/5 ആണ് കിട്ടുക. അപ്പോൾ എയും ബിയും ഉണ്ട്. ബി ഈസ് 60% മോർ എഫിഷ്യൻറ്റ്. ബി ഈസ് 60% മോർ എഫിഷ്യൻറ്റ്. സോ അപ്പോൾ എന്താണ്? ഇപ്പോൾ എ എന്ന് പറയുന്നത് 5 ആണെങ്കിൽ മോർ എഫിഷ്യൻറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എത്രയാണ്? 60%. 5 ആണെങ്കിൽ അതിൻ്റെ 60% 3 ആണ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ എത്രയാണ്? 8 ആവും. 5 ആണുള്ളത്. എ ആണെങ്കിൽ അതിൻ്റെ 60% മോർ എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ 60% എത്രയാണ്? 3 ആണ്. 5ൻ്റെ 3 ആണ്. സോ 5ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 8 ആണ്. ക്ലിയർ? ആ വർക്ക് അതിവിടെ കിട്ടി. ഈ 5ഉം 3യും 5ഉം നമുക്ക് എങ്ങനെ കിട്ടിയാൽ മനസ്സിലായല്ലോ? 60% എന്ന് പറഞ്ഞാൽ എന്താണ്? 60/100. സോ 3/5 കിട്ടും. ക്ലിയർ? 3/5 കിട്ടും. അവിടെ പറഞ്ഞു 60% മോർ എഫിഷ്യൻറ്റ് ദാൻ എ. അതായത് ഇപ്പോൾ 5 ആണെങ്കിൽ അതിൻ്റെ 60% കൂടുതലുള്ള എഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ 60% എത്രയാണ്? 3 ആണ്. സോ 8 കിട്ടും ബീൻ്റെത്. സോ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ടൈം എന്താണ്? നേരെ തിരിച്ചിട്ടാൽ മതി. 8:5 ആണ് ടൈം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ടൈം തന്നിട്ടുണ്ട്. A can do a piece of work in 24 days. അപ്പോൾ എഫിഷ്യൻസി കിട്ടി 24 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ നമ്മളിതാ ഈ ടൈം എടുക്കണ്ട, നമുക്ക് 24 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. സോ
നമ്മളിവിടെ 24 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു പറയുന്നു. എഫിഷ്യൻസി 5 കിട്ടി, 24 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 5 ആണ്, 24 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ 120 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 120 ആണ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 5, ടോട്ടൽ 24 ഡേയ്സ്. സോ 5 × 24 120 വർക്കാണ് ടോട്ടൽ ഉള്ളത്. ക്വസ്റ്റിനിൽ പറയുന്നു എന്താണ്, ബി വിൽ ടേക്ക് ടു ഡു ദ സെയിം വർക്ക്. അപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ്. ബി മാത്രം ചെയ്താൽ എത്ര ഡേയ്സ് എടുക്കും? അതായത് ബീൻ്റെ എഫിഷ്യൻസി 8 ആണ്, ടോട്ടൽ വർക്ക് 120 ആണ്, ബീൻ്റെ എഫിഷ്യൻസി 8 ആണ്. അങ്ങനെയാണെങ്കിൽ 15 ഡേയ്സ് കൊണ്ട് ബി കംപ്ലീറ്റ് ചെയ്യും. 15 ഡേയ്സ് കൊണ്ടാണ് ബി കംപ്ലീറ്റ് ചെയ്യുക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 15 ഡേയ്സ് ആണ് കറക്റ്റ് കിട്ടുക. ക്ലിയർ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഫിഷ്യൻസി എന്താ, എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എ ബി ആൻഡ് സി ക്യാൻ ഡു എ വർക്ക് ഇൻ 20 ഡേയ്സ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 20 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്താ, ബൈ വർക്കിംഗ് ടുഗദർ എ ആൻഡ് സി ആർ, അതായത് ഇവിടെ പറയുന്നത് എന്താ, എ ആൻഡ് സി ആർ ട്വൈസ് ആസ് എഫിഷ്യൻറ്റ് ആസ് പി. അപ്പോൾ ഇവിടെ ഇത് കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എ ആൻഡ് സി, അപ്പോൾ എ പ്ലസ് സി ട്വൈസ് ആസ് എഫിഷ്യൻറ്റ് ആസ് ബി എന്ന് പറയുന്നു. സോ ബി 1 ആണെങ്കിൽ ട്വൈസ് ആസ് എഫിഷ്യൻറ്റ്, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡബിൾ ആയിരിക്കും എ പ്ലസ് സി. ക്ലിയർ? ഇപ്പോൾ എഫിഷ്യൻസി ഇത്രയാണെന്ന് കിട്ടി. നെക്സ്റ്റ് എന്താ പറയുന്നത്, എ ആൻഡ് ബി, ഇവിടെ അടുത്തത് എയും ബിയും ആണ് പറയുന്നത്. അപ്പോൾ എ പ്ലസ് ബി ട്രൈസ് ആസ് എഫിഷ്യൻറ്റ് ആസ് സി. സോ സി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അതിൻ്റെ 3 ടൈം ആയിരിക്കും എത്രയാണ്, എ പ്ലസ് ബി എന്ന് പറയുന്നത്. ക്ലിയർ? 3 ടൈംസ് ആയിരിക്കും എ പ്ലസ് ബി എന്ന് പറയാം. ക്ലിയർ? അതാണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നു. അടുത്തെന്താണ്, ഫൈൻഡ് ഇൻ ഹൗ മെനി ഡേയ്സ് ബി അലോൺ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. ഇത് ഫസ്റ്റത്തത്, ഇത് സെക്കൻഡ്. ക്ലിയർ? 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ആദ്യത്തേൽ എന്താ, എഫിഷ്യൻസി ആണ് തന്നിട്ടുള്ളത്. എ പ്ലസ് ബി, എയും സിയും 2 ആണ് എഫിഷ്യൻസി, ബി മാത്രം 1 ആണ് എഫിഷ്യൻസി. രണ്ടാമത്തേൽ എയും ബിയും 3 ആണ്, സി മാത്രം 1 ആണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എ പ്ലസ് ബി പ്ലസ് സി 2 ടൈമിലും സെയിം എഫിഷ്യൻസി ആയിരിക്കണമല്ലോ. ഇത് ആഡ് ചെയ്താൽ, ഇത് 3 ആഡ് ചെയ്താൽ 2 ടൈമിലും അവരെ എഫിഷ്യൻസി മാറില്ല. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും സെയിം ആയിരിക്കണം എഫിഷ്യൻസി. പക്ഷേ ഇവിടെ നോക്കിയേ, 2 + 1 3 ആണ് നമുക്കിവിടെ കിട്ടുക. സോ ഇവിടെ നോക്കിയാലോ, 3 + 1 നമുക്ക് 4 ആണ് കിട്ടുക. 3 + 1 4 ആണ് കിട്ടുക. അതായത് ആദ്യത്തേൽ നോക്കിയാൽ, ഇത് ഫസ്റ്റത്തേൽ നമ്മൾ നോക്കിയാൽ എ ബി സി 3 പേരും കൂടി എത്രയാണ്, അവിടെ എഫിഷ്യൻസി വന്നത് 3 ആണ്. രണ്ടാമത്തേൽ നോക്കിയാൽ 4 എഫിഷ്യൻസി കിട്ടും. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല, രണ്ടും ഈക്വൽ ആക്കണം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേ, ഈ 4 കൊണ്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഈ 2. അപ്പോൾ എന്ത് കിട്ടും, 8ഉം 4ഉം കിട്ടും. ഈ 3 കൊണ്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 9ഉം 3ഉം കിട്ടും. ഇനി നമ്മൾ ആഡ് ചെയ്ത് നോക്കിയേ, ഇനി ഈ 2 കേസ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുന്നു. 8ഉം 4ഉം എന്ത് കിട്ടും, 12 ആണ്. ഇപ്പോൾ 2 പേരുടെയും കൂടി 3 പേരുടെയും കൂടി എഫിഷ്യൻസി. 3ഉം 9ഉം 12 ആണ് ഇപ്പോൾ 3 പേരുടെയും കൂടി എഫിഷ്യൻസി. അപ്പോൾ ഈക്വൽ ആയില്ല. ഇപ്പോൾ 2 കേസിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും ഈക്വൽ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബീൻ്റെ എഫിഷ്യൻസി ഇവിടെ 4 കിട്ടി. അതായത് നമുക്ക് ഇവിടെ കിട്ടിയത് ബി ആണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. സി നോക്കിയേ, സീൻ്റെ എഫിഷ്യൻസി 3 ആണ്. ഞാനിപ്പോൾ 2 കമ്പൈൻ ചെയ്യാൻ കാരണം 2 സ്ഥലത്തും ടോട്ടൽ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്യാം. കാരണം ആദ്യത്തേൽ 3 കൂട്ടിയാലും 12 കിട്ടി, രണ്ടാമത്തേൽ 3 കൂട്ടിയാലും 12 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കമ്പൈൻ ചെയ്ത് എഴുതാം. ബീൻ്റെത് 4 കിട്ടി, സീൻ്റെ നോക്കിയാൽ 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ എത്ര കിട്ടും, എ പ്ലസ് സി എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ എ മാത്രം എത്ര കിട്ടും, മൈനസ്, അതായത് സി എന്ന് പറയുന്നത് 3 ആണ്. സോ ടോട്ടൽ 8, സോ ഇത് 5 ആണെന്ന് കിട്ടും. ഇപ്പോൾ എ ബി സീൻ്റെ എഫിഷ്യൻസി കിട്ടി. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, ഇവർ 3ഉം ആഡ് ചെയ്താൽ ടോട്ടൽ എഫിഷ്യൻസി കിട്ടില്ലേ. ടോട്ടൽ എഫിഷ്യൻസി എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന ടോട്ടൽ എഫിഷ്യൻസി 9, 12 ആണ് ടോട്ടൽ എഫിഷ്യൻസി. ക്ലിയർ? ഇവർ 3ഉം എന്താ, ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 12 ആണ്. ടോട്ടൽ ഇവർ 3 എത്ര ഡേയ്സ് വർക്ക് ചെയ്യും, അതാണ് ഇവിടെ പറഞ്ഞത്.
20 ഡേയ്സ് വർക്ക് ചെയ്യും. ടോട്ടൽ എഫിഷ്യൻസി, അതായത് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 12 ആണ്, അവർ 20 ഡേയ്സ് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിലോ ടോട്ടൽ 240 ആണ് അവരുടെ വർക്ക്, ടോട്ടൽ വർക്ക്. അതായത് എഫിഷ്യൻസി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 12 യൂണിറ്റ് ആണ്, 20 ഡേയ്സ് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 240 ആണ് ടോട്ടൽ വർക്ക്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്, ഫൈൻഡ് ഇൻ ഹൗ മെനി ഡേയ്സ് ബി അലോൺ. അപ്പോൾ ബി മാത്രം ടോട്ടൽ വർക്ക് 240 ആണ്, ബീൻ്റെ മാത്രം എഫിഷ്യൻസി എത്രയാണ്, 4 ആണ്. ക്ലിയർ, ബീൻ്റെ മാത്രം 4 ആണ്. സോ 60 ഡേയ്സ് കൊണ്ട് ബി ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യും. 60 ഡേയ്സ് ആണ് കറക്റ്റ്. ഓപ്ഷൻ ഏതാ, ബി ആണ് കറക്റ്റ്, 60 ഡേയ്സ്. ക്ലിയർ, സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് നോക്കാം. ബി ആൻഡ് ക്യൂ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 40% ലെസ് ടൈം ദാൻ ആർ. സോ 40%. അപ്പോൾ ഇവിടെ നമ്മൾ 40% എന്ന് പറഞ്ഞാൽ എന്താണ്, 40/100. അതെന്ത് കിട്ടും, 2/5 ആണെന്ന് കിട്ടും. ക്ലിയർ, 2/5 ആണെന്ന് കിട്ടും. നെക്സ്റ്റ്, വൈൽ ക്യൂ ആർ, ആദ്യം എന്താ പറയുക, പി ആൻഡ് ക്യൂ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക്. അപ്പോൾ പി പ്ലസ് ക്യൂ ആണ് പറയുന്നത്. പി ആൻഡ് ക്യൂ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് എത്രയാണ്, 40% ലെസ്സർ ദാൻ ആർ. സോ ലെസ്സർ ദാൻ ആർ ആണ് പറയുന്നത്. അപ്പോൾ ആറ് 5 ആണ്, ലെസ്സർ ദാൻ ആറ് പറഞ്ഞു 40%. 6 5 ആണെങ്കിൽ അതിൻ്റെ 40% കുറവാണ് പി ക്യൂ. സോ എന്താ, 40% എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 6 എന്ന് പറയുന്നത് 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 40% ലെസ്സർ എന്ന് പറഞ്ഞാൽ -2 ചെയ്യാം. സോ 3 ആണ്. ഇത്രയും ടൈമാണ് എടുക്കുക. ടൈമല്ലേ പറഞ്ഞാൽ, ഇവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ടൈമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്ത് കിട്ടും, എഫിഷ്യൻസി നേരെ തിരിച്ചിട്ടാൽ മതി, 5:3 ആണെന്ന് കിട്ടും. ക്ലിയർ. ഇനി വൈൽ ക്യൂ ആൻഡ് ആർ, അടുത്തെന്താ പറയുന്നത്, ക്യൂ ആൻഡ് ആർ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 60% ലെസ്സർ ടൈം ദാൻ പി. 60% എന്ന് പറഞ്ഞാൽ എന്താണ്, 60% നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, 3/5 ആണ്. അപ്പോൾ പിന്നെക്കാളും 60% കുറവാണ് ക്യൂ പ്ലസ് ആർ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിലുള്ള വാല്യൂ 5. ഓക്കെ, ഡിനോമിനേറ്ററിലുള്ള വാല്യൂ 5. അതാണ് നമ്മൾ എന്തെടുക്കുന്നത്, പി 5 ആണെങ്കിൽ അതിൻ്റെ 60% ലെസ്സർ. അപ്പോൾ അതിൻ്റെ 5ൻ്റെ 60% എത്രയാണ്, 3 ആണ്. 5ൻ്റെ 60% 3 ആണ്. അത് കുറച്ചാൽ, അതായത് 60% ലെസ്സർ. അപ്പോൾ 60% നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. സോ റിമൈനിങ് 2 ആണെന്ന് കിട്ടും. ക്ലിയർ. അപ്പോൾ ഇത് ടൈമാണ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്താ, 5:2 ആണ്. ക്ലിയർ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ നോക്കിയേ, ആദ്യത്തെ കേസിൽ പി ക്യൂ ആർ, രണ്ടാമത്തേലും പി ക്യൂ ആർ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം, രണ്ടും എഫിഷ്യൻസി 2 പ്രാവശ്യം 2 സ്ഥലത്തും ആഡ് ചെയ്താൽ സെയിം ആയിരിക്കണം. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ എഫിഷ്യൻസി ആഡ് ചെയ്താൽ 8 കിട്ടും, ഇവിടെ എഫിഷ്യൻസി ആഡ് ചെയ്താൽ 7 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിനെ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, രണ്ടിനെയും. ഇതിനെ നമ്മൾ ഇവിടുത്തെ വാല്യൂ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താവും, ഈക്വൽ ആവും. നോക്കിയേ, ഇവിടെ 35, 3 × 7 21. എവിടെയാണെങ്കിലോ 40, ഇവിടെ 16. ഇനി നമ്മൾ ആഡ് ചെയ്ത് നോക്കിയേ, ഡെഫിഷ്യൻസിയാണ് പറയുന്നത്. ഇനി ആഡ് ചെയ്ത് നോക്കിയേ, 50 എത്ര കിട്ടും, 56 കിട്ടും. ഇവിടെ ഇതും 56 ആണ്. സോ ഇപ്പോൾ നോക്കിയേ, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പിയും ക്യൂ ആറും ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും സെയിം ആയില്ലേ, സെയിം ആയി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പി ക്യൂ ആർ കണ്ടുപിടിക്കാം. പി ക്യൂ ആർ എന്ന് പറയുന്നത് എത്രയാണ്, 21. നോക്കി, ഇതിന് താഴെ 21 ആണ്. പി എന്ന് പറയുന്നത് നോക്കിയേ 16. പി എന്ന് പറയുന്നത് 16 ആണ്. സോ 35 ഉണ്ട്, അത് പി പ്ലസ് ക്യൂ ആണ്. പി എന്ന് പറയുന്നത് മാത്രം എത്ര കിട്ടി, പി എന്ന് പറയുന്നത് മാത്രം 16 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്രയാ, ഇത് 19 ആയിരിക്കാം ക്യൂ. ക്ലിയർ. അപ്പോൾ ഇത് ടോട്ടൽ എത്രയാണ്, 56. ടോട്ടൽ 56 അല്ലേ. ഇനി എത്ര ഡേയ്സ് ആണ് വർക്ക് ചെയ്യുന്നത്, 10 ഡേയ്സ് ആണ്. അപ്പോൾ ഇൻറ്റു 10 ചെയ്യുക. ടോട്ടൽ 56 ആണ് അതിൻ്റെ എന്താ ഈ എഫിഷ്യൻസി. ഇൻറ്റു 10 ചെയ്താൽ, അതായത് 10 ദിവസം വർക്ക് ചെയ്യുന്നു. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 560 ആണ്. 560 ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ. 560. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്, ക്വസ്റ്റ്യൻ ചോദിച്ചത് ദെൻ ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ പി എലോൺ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ്, 560. പി എലോൺ, പിൻ്റെ എത്രയാണ് 16, പിൻ്റെ 16. സോ എത്രയാണ് 35 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ. 35 ഡേയ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ എ അല്ലേ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡസ് 25% ഓഫ് എ വർക്ക് ഇൻ 20 ഡേയ്സ്.
y join up with x days and then together do the remaining work in 15 days. So ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് ഡസ് 25% ഓഫ് ദ വർക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആണ്. എന്താണ് എക്സ് എന്ന് പറയുന്നത് 25% ആണ്. 25% എന്ന് പറഞ്ഞാൽ എന്താണ് 1/4 വർക്ക് അല്ലേ. 1/4 വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് 20 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് എത്ര ഡേയ്സ് എടുക്കും? അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ല നേരത്തെ 20 × 4 ചെയ്താൽ 100 ഡേയ്സ് കൊണ്ട് 20 × 4 80 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? 80 ഡേയ്സ് കൊണ്ടാണ് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ പറയുന്നത് y ജോയിൻസ് അപ്പ് വിത്ത് x ഡേയ്സ് ആൻഡ് ദേ ടുഗദർ ഡു ദ റിമൈനിങ് വർക്ക്. അപ്പോൾ റിമൈനിങ് വർക്ക് എത്രയാണ്? റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 75%. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 75% 3/4 ആണ്. ക്ലിയർ? 3/4 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ, എക്സും വൈയും കൂടി റിമൈനിങ് വർക്ക്, അതായത് 3/4 വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് ചെയ്യും? 15 ഡേയ്സ് കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് അവർ എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഫുൾ വർക്ക് ചെയ്യാൻ അവരെടുക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത് 15. എന്ത് ചെയ്യും? നമ്മൾ ഇത് നേരെ തിരിച്ചിടാം. അതായത് നമ്മൾ നേരത്തെ 1/4 വർക്ക് ആണെങ്കിൽ 1/4 വർക്ക് 20 ഡേയ്സ് ആണെങ്കിൽ നമ്മളെന്താ ഈ 4നെ കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതും അതുപോലെയാണ്. ഈ 4 കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഇവിടെ ന്യൂമറേറ്ററിൽ 3 ഉണ്ട്. നേരത്തെ 1 ആയതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാത്ത. ഇവിടെ ന്യൂമറേറ്ററിൽ 3 വന്നുകൊണ്ട് അത് ഡിനോമിനേറ്ററിൽ ഇടുന്നു. സോ ഇതും ക്യാൻസലായി 5 കിട്ടി. ടോട്ടൽ 20 ഡേയ്സ് കൊണ്ടാണ് 20 ഡേയ്സ് ആണ് എക്സ് പ്ലസ് വൈ, എക്സും വൈയും കൂടി കവർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ 2 കാര്യങ്ങൾ കിട്ടിയില്ല നമുക്ക്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സ് 80 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്ര ഡേയ്സ് ആണ്? 20 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താ, ഹൗ മെനി ഡേയ്സ് ക്യാൻ വൈ അലോൺ ക്യാൻ ഡു ദ സെയിം വർക്ക്? അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ടോട്ടൽ വർക്ക് അസ്യൂം ചെയ്യുന്നു. ഇതിൻ്റെ LCM എന്താണ്? 18ൻ്റെയും 20ൻ്റെയും LCM 80 തന്നെയാണ്. സോ 1 4. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എഫിഷ്യൻസി 4 ആണ്. എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. ക്ലിയർ? അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 80 ആണ്. വൈൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് ചെയ്യുമ്പോൾ 2, പിന്നെ എന്താ 6, റിമൈനിങ് 2/3. ക്ലിയർ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റായി വരിക. ക്ലിയർ? അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഫോമിൽ നമ്മൾ പഠിച്ചു വെക്കണം. M1 D1 E1 H1 ഡിവൈഡ് ബൈ W1 ഈക്വൽ ടു M2 D2 H2 ആണ് കേട്ടോ. M2 D2 H2 E2 ഡിവൈഡ് ബൈ W2. ക്ലിയർ? അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമിലാണ്. നിങ്ങൾ പഠിച്ചു വെക്കുക. സിമ്പിളാണ്. ഇവിടെ എന്താ? നമ്പർ ഓഫ് മെൻ, എത്ര ആൾക്കാരുണ്ട്, പിന്നെ നമ്പർ ഓഫ് ഡേയ്സ്, ഇത് ചിലപ്പോൾ അവർ തന്നിട്ടുണ്ടെങ്കിൽ അത്, പിന്നെന്താ എഫിഷ്യൻസി, പിന്നെ ഡിനോമിനേറ്ററിൽ വർക്ക്. അതായത് ഇപ്പോൾ നമ്മളോട് പറഞ്ഞു 10 ആൾക്കാർ കൂടി എന്താ 2 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ നമ്മൾ 2 ഇടുക. അതുപോലെ ഇവിടെ എന്താ ബാക്കി 20 ആൾക്കാർ സെയിം വർക്ക് ഡേയ്സ് കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ മെത്തേഡ് വെച്ച് ചെയ്യുക. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഫോമിൽ യൂസ് ചെയ്യേണ്ടതെന്ന്. അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. 12 men can build a wall in 24.5 days. How many men would be able to build 5 such walls? ഇവിടെ നോക്കിയേ, ഏ വാളാണ് ആദ്യം പറഞ്ഞത്. ഇവിടെ 5 സച്ച് വാൾ. വർക്ക് ഡിഫറൻസ് ഉണ്ട്. ആദ്യം ഒരു വാൾ നിർമ്മിച്ചാൽ മതി. ഇപ്പോൾ എന്താണ് അടുത്ത ബിൽഡ് ചെയ്യേണ്ടത്? 5 വാളാണ് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ വർക്ക് വ്യത്യാസമുണ്ട്. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. M1 D1 H1 എന്താണ്? M1 D1 H1 E1 ഡിവൈഡ് ബൈ W1 ഈക്വൽ ടു M2 D2 H2 E2 ഡിവൈഡ് ബൈ W2. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കും എന്താ പല കാര്യങ്ങളും നമുക്ക് തന്നിട്ടില്ല, H തന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും? നമുക്ക് തന്നത് മാത്രം നമ്മൾ എടുത്താൽ മതി. അതായത് ഇവിടെ തന്നിട്ടുള്ള എന്താണ്? നമ്പർ ഓഫ് മെൻ M തന്നിട്ടുണ്ട്, അപ്പോൾ M1. നമ്പർ ഓഫ് ഡേയ്സ് തന്നു D1. പിന്നെ വർക്ക് തന്നു, അപ്പോൾ W1. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. ഇവിടെ എന്താ? M2 D2 W2. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താ ഹൗ മെനി മെൻ. അപ്പോൾ M2 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. M1 നമ്പർ ഓഫ് മെൻ എത്രയാണ്? 12 ഇൻറ്റു D
24.5 days ഡിവൈഡ് ബൈ എത്ര വാളാണ് ബിൽഡ് ചെയ്തത്? 12 men 24.5 days കൊണ്ട് ഒരു വാളാണ് ബിൽഡ് ചെയ്തത്. ഈക്വൽ ടു M2 നമുക്കറിയില്ല, ഇൻറ്റു എത്ര ഡേയ്സ് ആണ്? എത്രയോ ആൾക്കാർ 49 days കൊണ്ട് എത്ര വാൾ ബിൽഡ് ചെയ്യണം? 5 വാൾ ബിൽഡ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമ്പർ ഓഫ് മെൻ ആണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യുന്നത്. ക്ലിയർ? സിമ്പിൾ അല്ലേ? ഇവിടെ പറയുന്നത് ആദ്യം കുറച്ച് ആൾക്കാർ ഒരു വാൾ ബിൽഡ് ചെയ്തു. അപ്പം അങ്ങനെയാണെങ്കിൽ 49 days 5 വാള് എത്ര ബിൽഡ് ചെയ്യാൻ എത്ര ആൾക്കാർ വേണം? അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഇനെന്താ ഇവിടെ നമ്മൾ ഡയറക്റ്റായി M2 കണ്ടുപിടിച്ചാൽ പോരെ? M2 എന്ന് പറയുന്നത് എന്താണ്? M2 ഈക്വൽ ടു 12 ഇൻറ്റു 24.5 ഇൻറ്റു 5 ഡിവൈഡ് ബൈ എന്ത് കിട്ടും? 49. ഇതും കട്ട് ചെയ്താൽ 2 കിട്ടും. ഇവിടെ 6 കിട്ടും. ഇതും കട്ട് ചെയ്താൽ സോ 6 ഇൻറ്റു 5 30 men ആണ് നമുക്ക് ആവശ്യം. 30 men ആണ് ആവശ്യം. ക്ലിയർ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 30 men ആണ് നമുക്ക് ആവശ്യം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലയാണ്, അത് നിങ്ങൾ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് സെയിം മെത്തേഡ്, അതായത് ഇത് വെച്ച് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യും. ഇനി എന്താ? 6 men and 8 women could finish a work in, അതായത് ഇവിടെ പറയുന്നത് 6 men plus 8 women, ഞാൻ W നട്ടു, ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ എത്ര ഡേയ്സ് ആണ്? 12 days, 14 days. സെയിം അതുപോലെ 8 men 12 women ക്യാൻ ഫിനിഷ് ദ സെയിം വർക്ക് ഇൻ 10 days. ക്ലിയർ? അപ്പോൾ ഇത് ഒരുപാട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് പല എക്സാം, UPSC മാത്രമല്ല പല എക്സാമിനും ചോദിക്കുന്ന, PSC ആയിക്കോട്ടെ എന്ത് എക്സാമിനും നമുക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു നോക്കുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നെ. പിന്നെന്താ? ഹൗ മച്ച് ടൈം വുഡ് ബി ടേക്കൺ ടു എന്താ 1 man alone complete the work. അപ്പോൾ ഒരു മാൻ മാത്രം എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഒരു മാൻ മാത്രം എത്ര ടൈം എടുക്കും കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 6 men ഉണ്ടല്ലോ. അപ്പോൾ ഒരു മാനിൻ്റെ എഫിഷ്യൻസി നമ്മൾ M ആണെന്ന് വിചാരിക്കുന്നു. ഒരു മാൻ M എഫിഷ്യൻസി ഉണ്ട്, അതായത് ഒരു മാൻ ഒരു ദിവസം M വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 6 men കൂടി എത്ര വർക്ക് ചെയ്യും? ഒരു മാൻ M വർക്കാണ് ചെയ്യുന്നത്, 6 men കൂടി എത്ര വർക്ക് ചെയ്യും? 6 ഇൻറ്റു M അല്ലേ? ഇതാണ് 6 men കൂടി ചെയ്യുന്ന വർക്ക്. പ്ലസ് ഒരു വുമൺ W വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത് വിചാരിക്കാം. 8 പേര് കൂടിയിട്ടോ, 8 പേര് കൂടിയാൽ 8 ഇൻറ്റു W. ക്ലിയർ? ഈ കാര്യം ഓക്കെ അല്ലേ? ഈ കാര്യം ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 മെന്നും 8 വിമനും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവർ ടോട്ടൽ 14 days കൊണ്ട് എത്ര വർക്ക് ചെയ്യും? ഇൻറ്റു 14 ഇട്ടാൽ പോരെ? ആദ്യം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ M എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസിയാണ്, മാനിൻ്റെ എഫിഷ്യൻസി. ഒരു മാൻ M വർക്കാണ് ഒരു ദിവസം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 6 men എത്ര വർക്ക് ചെയ്യും ഒരു ദിവസം? 6 ഇൻറ്റു M. അതുപോലെ ഒരു വുമൺ W വർക്കാണ് ഒരു ദിവസം ചെയ്യുക. അപ്പോൾ 8 വിമൺ കൂടി എത്ര വർക്ക് ചെയ്യും? 8 ഇൻറ്റു W. ക്ലിയർ? അപ്പോൾ 6M + 8W ആണ് ഒരു ദിവസം എല്ലാവരും കൂടി ചെയ്യുന്ന വർക്ക്. ടോട്ടൽ 14 ദിവസം ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി. 14 ദിവസം ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ടോട്ടൽ വർക്കാണ്. അതേപോലെ നമുക്കിത് ഇവിടെയും ചെയ്തുകൂടെ? ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചൂടെ? 8 men, അതായത് ഒരു മാൻ എന്ന് പറഞ്ഞാൽ M വർക്ക് ചെയ്യും. 8 പേര് കൂടിയാൽ 8M വേണം. പ്ലസ് ഒരു വുമൺ W വർക്ക് ചെയ്യും. 12 വിമൻ കൂടിയാൽ 12 ഇൻറ്റു W. അങ്ങനെ ഇവർ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി. ഇൻറ്റു 10 ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും. ടോട്ടൽ വർക്ക്, അപ്പോൾ ഈ 2 ടോട്ടൽ വർക്കും സെയിം ആണ്. 2 ടോട്ടൽ വർക്കും സെയിം അല്ലേ? ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എമ്മും ഡബ്ല്യൂവും തമ്മിലുള്ള റിലേഷൻ കിട്ടും. M എന്താണ് നമ്മൾ എഫിഷ്യൻസിയിൽ എടുത്തത്, അപ്പോൾ എമ്മും W എന്താണെന്ന് ഇവിടുന്ന് കിട്ടും. നമുക്കിത് കട്ട് ചെയ്യാൻ കോമൺ ആയിട്ടുള്ള കാര്യം, ഇവിടെ 7 ഇവിടെ 5. അതെന്തുകൊണ്ടാണ് കട്ട് ചെയ്തതെന്ന് മനസ്സിലായോ? ഈ 14 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് ഡിനോമിനേറ്ററിൽ വരും, അതുകൊണ്ടാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കട്ട് ചെയ്തത്. ക്ലിയർ? ഇനി എന്താ? ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 7 ബ്രാക്കറ്റിന് പുറത്താണ് 7, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 42M എന്ന് കിട്ടും. പ്ലസ് 18 ഇൻറ്റു 7 56W എന്ന് കിട്ടും. ഈക്വൽ ടു 40M പ്ലസ് 60W. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കിയാൽ ഇതാ 42M 40M. 40M ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ 2M.
ഈക്വൽ ടു എന്ത് കിട്ടും 4W എന്ന് കിട്ടും. അപ്പോൾ M/W, ഈ W നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി M/W എന്ന് പറയുന്നത് 2/1 ആണെന്ന് കിട്ടും. അപ്പോൾ M/W എന്ന് പറയുന്നത് എന്താണ്? 2:1 ആണ്. ക്ലിയർ? M/W എന്ന് പറയുന്നത് 2:1 ആണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ എമ്മും ഡബ്ല്യൂ തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടി. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ എമ്മിൻ്റെ വാല്യൂ 2 ആയിട്ട് എടുക്കുക, ഡബ്ല്യൂവിൻ്റെ വാല്യൂ 1 ആയിട്ട് എടുക്കുക. ഇനി നമ്മളിതാ ഇവിടുന്ന് നമ്മൾ ടോട്ടൽ വർക്ക് നമ്മൾ ഇവിടുന്ന് എന്താ ഫൈൻഡ് ചെയ്തേ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 6m + 8W × 14 ആണ് ടോട്ടൽ വർക്ക്. അപ്പോൾ അതിൽ നമ്മളിതാ എമ്മിൻ്റെയും ഡബ്ല്യൂവിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും. 6 × 2LM + 8 × 1 ആണ് W × 14 ചെയ്താൽ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. × 14 ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും. എത്രയാണ്? 12 + 8 അല്ലേ × 14. ദാറ്റ്സ് ഈക്വൽ ടു 20 × 14. ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? 280 യൂണിറ്റാണ് വർക്ക് ഉള്ളത്. ടോട്ടൽ വർക്കാണ് ഉള്ളത്. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ എങ്ങനെയാണ് ടോട്ടൽ വർക്ക് കിട്ടിയത്? അപ്പോൾ അതിൽ എമ്മും ഡബ്ല്യൂയും കൊടുത്തു. അപ്പോൾ ടോട്ടൽ വർക്ക് 280 കിട്ടി. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 280 ആണ്. ഇതെന്താ? ഒരു മാൻ മാത്രം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഒരു മാനിൻ്റെ എഫിഷ്യൻസി എന്താണ്? ഇതാ ഇവിടെ നോക്കിയേ, മാനിൻ്റെ എഫിഷ്യൻസി 2 ആണ്. സോ /2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 140 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? 140 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് സിമ്പിളായി നമുക്ക് ചെയ്യാം. 8 men + 6 women ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ എത്രയാ? 5 days. 6 men + 8 women ക്യാൻ ഡു ഓൾസോ കംപ്ലീറ്റ് എ സെയിം വർക്ക് ഇൻ 5 days. അതും 5 days ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ചെയ്യുന്ന എന്താണ്? 7 men + 7 women. 7 മെന്നും 7 വിമനും എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം ആണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ടോട്ടൽ വർക്ക് ഫൈൻഡ് ചെയ്യാം. ടോട്ടൽ വർക്ക് ഫൈൻഡ് ചെയ്യാൻ എം ആണ് മെന്നിൻ്റെ എഫിഷ്യൻസി. ക്ലിയർ? എം ആണ് ഒരു മാനിൻ്റെ എഫിഷ്യൻസി. ഒരാളുടെ എഫിഷ്യൻസി എം ആണ്. അതുപോലെ ഡബ്ല്യു ആണ് ഒരു വുമൻ്റെ എഫിഷ്യൻസി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്താണ്? 8m + 6w × 5 കിട്ടും. ഇപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി. സെക്കൻഡ് കേസും നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്നു. 6m + 8w × 5 കിട്ടി. ഇതാ ഇവിടെ നമ്മൾ എമ്മും ഡബ്ല്യൂയും കണ്ടുപിടിക്കണം. എങ്ങനെ കിട്ടും? 6m + 6w = ഇത് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കിട്ടും? അതായത് ഇപ്പോൾ നമുക്ക് കിട്ടി 8m + 6w = 6m + 8w. അപ്പോൾ ഇവിടുന്ന് 2m കിട്ടില്ലേ? 2m = 2w. അതായത് m = w എന്ന് കിട്ടി. അതായത് ഇത് രണ്ടും m എന്ന് പറയുന്നതും m/w എന്ന് പറയുന്നത് 1:1 ആണ്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും റേഷ്യോ 1 ആണെന്ന് എടുക്കാം. രണ്ടും 1 ആണെന്ന് എടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ഇതിന്ന് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. എങ്ങനെയാണ്? 8 × 1 + 6 × 1 × 5 ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും. 14 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ആണ് ടോട്ടൽ വർക്ക്. 70 ആണ് ടോട്ടൽ വർക്ക്. ഇനി നോക്കിയേ, ഇത് 7m + 7w. അവരുടെ ഒരു ദിവസത്തെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 7mൻ്റെ വാല്യൂ എന്താണ്? 1. ഡബ്ല്യൂവിൻ്റെ വാല്യൂ എന്താണ്? 1. സോ അതായത് ഒരു ദിവസം ഒരാളുടെ എഫിഷ്യൻസിയാണ് 1 കിട്ടുക. അപ്പോൾ 7 ആൾക്കാരുടെ 7 ആണ് പ്ലസ് 7 ആൾക്കാരുടെ 7. ടോട്ടൽ 14 ആണ് അവരുടെ ഒരു ദിവസത്തെ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് എത്രയാണ്? 70 / എഫിഷ്യൻസി എത്രയാണ്? 14 = 5. അപ്പോൾ 5 days കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ്. 5 days കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും. ക്ലിയർ? അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പഠിക്കണം. ടോട്ടൽ വർക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയേ. എത്രയാണ്? 10 men can complete a task in 18 days. ആഫ്റ്റർ 6 days. അപ്പോൾ ഇത് മറ്റൊരു ടൈപ്പാണ് ജോയിൻ ചെയ്യുന്നത്. അതായത് ആഫ്റ്റർ 6 days 5 more men join. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ മറ്റ് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. M1D1H1 ആ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ ഹൗ മെനി ഡേയ്സ് റിമൈനിങ് വർക്ക് വിൽ ബി കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10 men ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ എത്ര ഡേയ്സ് ആണ്? അത് നമ്മളിങ്ങനെ ചെയ്യുക. എന്താ? M1 D1 W1 = എന്താ? M2 D2 W2 ഇങ്ങനെയൊക്കെ എഴുതില്ലേ? അങ്ങനെ എഴുതും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? 10 men ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 18 days. അപ്പോൾ മെൻ എത്രയാണ്? 10.
ഡേയ്സ് എത്രയാണ് 18 ഡേയ്സ് ഡിവൈഡ് ബൈ വർക്ക്, അതായത് രണ്ടിലും ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും വർക്ക് സെയിം ആണ്. അപ്പോൾ വർക്ക് എന്താ 1 ആയിട്ട് എടുക്കാം, അത് നമ്മൾ എടുക്കണ്ട എന്ന് പറയുന്നത് ഈക്വൽ ടു ആഫ്റ്റർ 6 ഡേയ്സ്. ആഫ്റ്റർ 6 ഡേയ്സ് എന്ന് പറയുന്നു. സോ എന്താ നമ്മൾ എന്ത് ചെയ്യും, 10 ആൾക്കാരുണ്ട്, അവർ 6 ഡേയ്സ് വർക്ക് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കിട്ടിയ എന്താ, ഇത് ടോട്ടൽ വർക്കാണ് കിട്ടിയത്. 10 × 8 ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടിയത് നമുക്ക്. ടോട്ടൽ വർക്കാണിത്, ടോട്ടൽ വർക്കാണ് കിട്ടിയത് 10 × 8. 10 ആൾക്കാർ 10 ആൾക്കാർ 18 ഡേയ്സ് വർക്ക് ചെയ്തു. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആദ്യം എന്ത് ചെയ്യും, 6 ഡേയ്സ് അവർ വർക്ക് ചെയ്തു. 10 ആൾക്കാർ 6 ഡേയ്സ് വർക്ക് ചെയ്തു. അതിനുശേഷം ഇവർ പറയുന്നു 5 മോർ ആൾക്കാർ ജോയിൻ ചെയ്തു. 10 ഉള്ളത് 5 ആൾക്കാരും കൂടെ ജോയിൻ ചെയ്താൽ 15 ആയി. എന്നിട്ട് അവർ എത്ര ഡേയ്സ് വർക്ക് ചെയ്യും, ഇൻ ഹൗ മെനി ഡേയ്സ് ദ റിമൈനിങ് വർക്ക് വിൽ ബി കംപ്ലീറ്റ്. അപ്പോൾ ഇവർ എത്ര ഡേയ്സ് വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടൽ വർക്കാണ്, ഇതൊക്കെ കൂട്ടിയാൽ ടോട്ടൽ വർക്കാണ് കേട്ടോ. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ഡി കണ്ടുപിടിച്ചാൽ ആൻസർ ആയി. ക്ലിയർ? അപ്പോൾ എങ്ങനെ ഡി കണ്ടുപിടിക്കാം, ഇത് നമുക്ക് 180 കിട്ടും, ഇവിടെ നമുക്ക് 60 കിട്ടും, പ്ലസ് 15D. സോ 15D ഈക്വൽ ടു എന്ത് കിട്ടും, 120 എന്ന് കിട്ടും. ഡി ഈക്വൽ ടു 120 ഡിവൈഡ് ബൈ 15 എന്താ 8 ഡേയ്സ് കൊണ്ട് കിട്ടില്ല, 8 ഡേയ്സ് ആണ് ഇവിടെ കിട്ടുക. ക്ലിയർ? അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ M1D1 H1E1 ഡിവൈഡ് ബൈ W1 ആ ഇക്വേഷൻ ഉള്ളത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ, 8 ആണ് ആൻസർ. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 15 മെൻ ഓർ, അതായത് 15 മെൻ ഓർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആദ്യം ഒരു 7 ടൈപ്പ് കാണിച്ചില്ലേ, അപ്പോൾ അതുപോലെ അതിലുള്ളത് മെൻ ഓർ. അപ്പോൾ 15 മെന്നിന് ഈക്വൽ ആണ് എന്താണ് 25 വുമൺ. ക്ലിയർ? അതാണ് ഇവിടെ പറയുന്നത്. എത്രയാണ്, 22 ഡേയ്സ് കൊണ്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഹൗ മെനി ഡേയ്സ് വിൽ 9 മെൻ. അപ്പോൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ 9 മെൻ പ്ലസ് 18 വുമണ് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെന്നും വിമനും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്, ഇവിടുന്ന് M ഡിവൈഡ് ബൈ W എന്ന് പറയുന്നത് 25/15 ആണ്. ക്ലിയർ? 25/15 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും, 25/15 എന്ന് പറഞ്ഞാൽ 5/3 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെൻ എന്ന് പറയുന്ന 5ഉം എഫിഷ്യൻസിയും W എന്ന് പറയുന്ന 3 എഫിഷ്യൻസിയുമായിട്ട് നമുക്ക് എടുക്കാം. ക്ലിയർ? അങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്താ 1 ഡേ വർക്ക് എത്രയാണ്, മെന്നിൻ്റെ എഫിഷ്യൻസി ഒരാളത് ഒരു മാനിൻ്റെ എഫിഷ്യൻസി 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസമുള്ള വർക്ക് 5 ആൾക്കാരുണ്ട്, ഒരാളുടെ എഫിഷ്യൻസി 5 ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡേ കിട്ടുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് 15 അതായത് ഇത് എഫിഷ്യൻസി 15 × 5 ആണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ 22 ഡേയ്സ് വർക്ക് ചെയ്തു. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ്, ഇത് ചെയ്താൽ നമുക്ക് 75 കിട്ടും. ഇത് എത്ര എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 75 ആണ്. ആ എഫിഷ്യൻസി 75 എഫിഷ്യൻസി ഉള്ള ആൾക്കാർ 22 ഡേയ്സ് വർക്ക് ചെയ്തു. ഇപ്പോൾ എന്ത് കിട്ടി, ടോട്ടൽ വർക്ക് കിട്ടി. ക്ലിയർ? ഇതാണ് ടോട്ടൽ വർക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്, 9 മെൻ പ്ലസ് 18 വുമൺ എത്രയോ ഡേയ്സ് വർക്ക് ചെയ്താൽ എന്താണ്, ഇത് ടോട്ടൽ വർക്കല്ലേ, ഇതും ടോട്ടൽ വർക്കാണ്. 9 ടോട്ടൽ വർക്കാണ് ഇതും കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇനി മെന്നിൻ്റെ എത്രയാണ് 5 കൊടുക്കുക, ഇവിടെ 5 കൊടുക്കുക, വുമണിൻ്റെ എത്രയാണ് 3 കൊടുക്കുക. സോ ബ്രാക്കറ്റിനകത്ത് നമുക്ക് 45 പ്ലസ് 18 × 3 54 × D എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഈക്വൽ ടു എന്താ 99 × D എന്ന് കിട്ടും. ഇവിടെ 75 × 22. ക്ലിയർ? അപ്പോൾ D എന്ന് പറയുന്നത് 75 × 22 ഡിവൈഡ് ബൈ 99. ഇതും 11 കൊണ്ട് ചെയ്താൽ 2 കിട്ടും, ഇവിടെ 9 കിട്ടും. ക്ലിയർ? ഇനിയോ 3 കൊണ്ട് ചെയ്താൽ 3 കിട്ടും, ഇവിടെ എന്ത് കിട്ടും 25 കിട്ടും. സോ 50/3 ആണ് നമ്പർ ഓഫ് ഡേയ്സ്. 50/3 ഉണ്ടോ, ഇല്ല. അപ്പോൾ 50/3 നമ്മൾ ചെയ്യണം. എന്ത് കിട്ടും 16 2/3 ഉണ്ടോ, 16 2/3 ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് കുറച്ച് ലെങ്തിയാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ 16 men can complete a work in 24 days. 16 മെന്നിന് 24 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 16 മെന്നിൻ്റെ എഫിഷ്യൻസി M എന്ന് 16 ആൾക്കാരാണെങ്കിൽ ടോട്ടൽ വർക്ക് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 16 M ആണ്. ഇൻറ്റു 25
എത്രയാണ് 24 ചെയ്താൽ എന്തായി ടോട്ടൽ വർക്കായി. അതുപോലെ 24 വുമൺ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 32 days. അതായത് 24 വുമൺ, അതായത് വുമണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് W എന്ന് വിചാരിക്കാം. 24 ആൾക്കാർ കൂടിയാൽ 24 × W ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യും. ഇൻറ്റു 32 ചെയ്താൽ ടോട്ടൽ വർക്കായി. അപ്പോൾ ഈ രണ്ട് ടോട്ടൽ വർക്കും സെയിം അല്ലേ? രണ്ട് ടോട്ടൽ വർക്കും സെയിം ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതും കട്ട് ചെയ്തു. ബാക്കി M/W എന്ന് പറയുന്നത് 2/1 ആണെന്ന് കിട്ടി. അപ്പോൾ M 2ഉം W 1ഉം ആണ് എഫിഷ്യൻസി ആയിട്ട് നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക്, ഇവിടുന്ന് ടോട്ടൽ വർക്ക് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്താണ് 16 × 2 ഇൻറ്റു 24. ഇതാണ് ടോട്ടൽ വർക്ക്. അതായത് എന്താ 32 × 24. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 8, 6, 768 ആണ് ടോട്ടൽ വർക്കായി കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ബാക്കി നോക്കിയേ, 16 men and 16 women together work for 12 days. അപ്പോൾ ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ 16 men + 16 women അവർ 12 days വർക്ക് ചെയ്തു. ക്ലിയർ? അപ്പോൾ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ആയി. ആ നമ്പർ ഓഫ് വർക്കാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം ആഫ്റ്റർ വിച്ച് എന്താ വുമൺ ഡ്രോപ്പ്ഡ്, ഹൗ മെനി മോർ മെൻ ആർ ടു ബി ടേക്കൺ ടു കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്. അപ്പോൾ അതിനുശേഷം മെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി എത്രയാണ് 16 മെൻ ഉണ്ട്, അതിൻ്റെ കൂടെ എക്സ്ട്രാ മെന്നും കൂടെ വരണം. എക്സ്ട്രാ എത്രയാണെന്ന് അറിയില്ല, എക്സ് ആണ്. അവരുടെ എഫിഷ്യൻസി M ആണ്. ക്ലിയർ? അവരെന്ത് ചെയ്യണം? എത്ര ഡേയ്സ് വർക്ക് ചെയ്യണം? 2 days വർക്ക് ചെയ്യണം. ക്ലിയർ? ഇപ്പോൾ എന്ത് കിട്ടി? ആദ്യം നമ്മൾ കുറച്ച് വർക്ക് കിട്ടി, പിന്നെ എക്സ്ട്രാ വർക്ക് ഇവർ ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയാണ്? 768 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ഇവിടുന്ന് നമ്മൾ എക്സ് ഫൈൻഡ് ചെയ്യണം. ബാക്കിയുള്ള എല്ലാ വാല്യൂ ഇവിടെ അറിയാമല്ലോ നമുക്ക്. M എന്ന് പറഞ്ഞാൽ 2 ആണ്, W 1 ആണ്, M2 ഓക്കെ. 16 × 2 32 + 16 × 12 + 32 + 2x × 2. ക്ലിയർ? × 2 = 768. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 48 × 12 + 64 + 4x = 768. ക്ലിയർ? അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് 2 വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 4 വെച്ച് കട്ട് ചെയ്യാം. 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് 192 കിട്ടും. ഈ 4 ക്യാൻസലായി. അപ്പോൾ +x മാത്രം. അതായത് എല്ലാത്തിലും കോമൺ ആയിട്ട് 4 ഉണ്ടെങ്കിൽ, അതായത് പ്ലസ് വരുമ്പോൾ നമ്മൾ എന്താ ഓരോ ടൈമായി. അപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ട് 4 ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ 4 പോയി, എക്സ് മാത്രമായി. ഇവിടെ 4 കൊണ്ട് കട്ട് ചെയ്താൽ 16 ആയി. പ്ലസ് ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എന്താ ഒറ്റ ടേമായി മാറി. അപ്പോൾ ഇവിടെ 4 കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 3 ആയി. 48 × 3 എന്ത് കിട്ടി? 144 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇങ്ങനെ കിട്ടി, 144 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയേ എന്ത് കിട്ടി? x = 196 - 144 + 16 എന്ത് കിട്ടി? 160 ആണെന്ന് കിട്ടി. ക്ലിയർ? 192 അല്ലേ? 192 കിട്ടും -160. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 32 men എന്താ എക്സ്ട്രാ ജോയിൻ ചെയ്യണം. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 32 men എക്സ്ട്രാ ജോയിൻ ചെയ്യണം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 8 men working 9 hours. അപ്പോൾ ഇവിടെ എന്താ 9 hours എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഡേ ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 20 days. ഹൗ ലോങ് വിൽ 7 men working 10 hours എ ഡേ ടേക്കൺ ടു കംപ്ലീറ്റ് ദ സെയിം ടാസ്ക്? അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ? M1 D1 H1 E1 / W1 ആ ഇക്വേഷനാണ്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 8 men എത്ര ഡേയ്സ് വർക്ക് ചെയ്യും? 9 hours വർക്ക് ചെയ്യും 20 days. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി ഈക്വൽ ടു എന്താണ്? 7 men 10 hours വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഒന്നുമില്ല, സെയിം ഇക്വേഷനാണ്. ഇവിടെ W ഇല്ലാത്തതുകൊണ്ട് സെയിം വർക്കാണ് പറഞ്ഞത്. അപ്പോൾ W സെയിം ആണ്. സോ ഇവിടെ നമ്മൾ D കണ്ടുപിടിക്കാം. D എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇതും കട്ട് ചെയ്താൽ ഇവിടെ 2 കിട്ടും. സോ പിന്നെ ഏതാ കട്ട് ചെയ്യാം? അപ്പോൾ 72 × 2 144 / 7. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യണോ? വേണ്ട. ഓപ്ഷൻ D ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
25 women can complete a task in 60 days. അപ്പോൾ 25 വുമണിന് 60 ഡേയ്സ് ആണ്. അപ്പോൾ 25 ഇൻറ്റു വുമണിൻ്റെ എഫിഷ്യൻസി നമ്മൾ W കൊടുക്കുന്നു, എന്താ ഇൻറ്റു 60 ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടി. ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ ടാസ്ക് ഷുഡ് 5 more women join them so that the task is completed 15 days. അപ്പോൾ അതായത് ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ്, ടോട്ടൽ എത്രയാണ് 25 വുമൺ ആണുള്ളത്, 25 വിമൺ ഉണ്ട്, അവർ എത്രയോ ഡേയ്സ് വർക്ക് ചെയ്തു നമുക്കറിയില്ല, എക്സ് ഡേയ്സ്. അപ്പോൾ എന്താ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ആയി. പ്ലസ് ഓക്കെ, പ്ലസ് അതായത് ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ടോട്ടൽ എത്ര 25 വുമൺ വർക്ക് ചെയ്തു, എത്ര ഡേയ്സ് ആണ്, നമ്മൾ നേരത്തെ ഇക്വേഷനാണ് M1D1. അപ്പോൾ 25 ആൾക്കാരാണ് എത്ര ഡേയ്സ്, 60 ഡേയ്സ് വർക്ക് ചെയ്തു. 25 ആൾക്കാർ 60 ഡേയ്സ് വർക്ക് ചെയ്തു, അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി, ടോട്ടൽ ആൾക്കാർ ഇത് കിട്ടി. ഇനിയോ ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ ടാസ്ക് ഷുഡ് 5 more women. അപ്പോൾ ആദ്യം എത്രയാണ് 25 ആൾക്കാരുണ്ട്, അവരെത്ര ഡേയ്സ് വർക്ക് ചെയ്തു, എത്രയോ ഡേയ്സ് എക്സ് ഡേയ്സ് വർക്ക് ചെയ്തു, പ്ലസ് 30 ആൾക്കാർ കൂടി, എത്ര 5 ആൾക്കാർ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു, സോ ടോട്ടൽ 30 കിട്ടി. അവർ എത്ര ഡേയ്സ് വർക്ക് ചെയ്യുന്നു, ടോട്ടൽ 55 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഓൾറെഡി 5 എക്സ് ഡേയ്സ് അവിടെ ആയി, റിമൈനിങ് ഡേയ്സ് എത്രയാണ് 55 മൈനസ് എക്സ് ആണ്. ക്ലിയർ? ആദ്യം എത്രയാണ് എക്സ് ഡേയ്സ് അവിടെ എടുത്തു, ടോട്ടൽ 55 ഡേയ്സ് ആണ്, അപ്പോൾ എക്സ് ഡേയ്സ് എടുത്തു, ബാക്കി റിമൈനിങ് എത്രയാണ് 55 മൈനസ് എക്സ് ആണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആൻസറായി. എങ്ങനെ ചെയ്യാം, 5 കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റാമല്ലോ. 5 കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ 5 കിട്ടും, ഇതും 5 കിട്ടും, ഇവിടെ 6 കിട്ടും. ക്ലിയർ? സോ 5 ഇൻറ്റു 60 300 ഈക്വൽ ടു ഇവിടെ 5x പ്ലസ് 6 ഇൻറ്റു 55 330 മൈനസ് 6x. സോ ഇതിങ്ങോട്ട് പോയാൽ എന്ത് കിട്ടും നമുക്ക്, -30 ഈക്വൽ ടു -x എന്ന് കിട്ടും. സോ x ഈക്വൽ ടു 30 എന്ന് കിട്ടും. അതായത് എക്സ് എന്താ, നമ്മൾ നമ്പർ ഓഫ് ഡേയ്സിൽ എടുത്ത എത്ര ഡേയ്സ് കഴിഞ്ഞിട്ട് ആൾക്കാർ ജോയിൻ ചെയ്യണം എന്നാണ് എടുത്തത്. എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി, 30 ആണെന്ന് കിട്ടി. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വെൻ 5 men can build a wall in 12 days. അതായത് 5 men can build a wall in 12 days. പിന്നെന്താ, അപ്പോൾ നമ്മൾ സെയിം ഇക്വേഷൻ ആണ്, 12 days to build a wall 50% more than the original wall. അതായത് 5 men can build a wall in 12 days to build a wall 50% more than the original wall. 50% more എന്ന് പറഞ്ഞാൽ എന്താണ്, 50% more, അപ്പോൾ 150% ആയില്ലേ, 150 ആയില്ലേ, 50% മോർ എന്ന് പറഞ്ഞാൽ 150 ആയി. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3/2 കിട്ടില്ലേ, 2 ഉണ്ടായത് 3 ആയി മാറി, 50% മോർ എന്ന് പറഞ്ഞാൽ 2 ഉള്ളത് 3 ആയി മാറി. ക്ലിയർ? അപ്പോൾ ആദ്യത്തേത് വർക്ക് 1 ആണെങ്കിൽ രണ്ടാമത്തെ ആൾക്കാർ വർക്ക് എത്ര ചെയ്യേണ്ടത്, 3/2 വർക്ക് ചെയ്യണം. മനസ്സിലായോ? അതായത് ആദ്യം വർക്ക് 1 ആണെങ്കിൽ അതിൻ്റെ 50%, അപ്പോൾ 3/2 ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ? 3/2 വർക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര മെൻ ചെയ്യണം, നമ്പർ ഓഫ് ഡേയ്സ് 10 ആണ്, 3/2 വർക്കാണ് ചെയ്യേണ്ടത്. ക്ലിയർ? 1നേക്കാളും കൂടുതൽ, 1ൻ്റെ അതായത് എന്താ 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്, അതിൻ്റെ 50% കൂടെ കൂടിയാൽ എന്താ 3/2 ആണ്. ക്ലിയർ? 3/2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസറായി. സോ ഇതെന്ത് കിട്ടും, ഇത് കട്ട് ചെയ്തു 5 കിട്ടി. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, m ഈക്വൽ ടു 5 ഇൻറ്റു 12 എവിടെ ഉണ്ട്, പിന്നെന്താണ് ഈ 2ഉം ഇതും എന്താ 3/2 കിട്ടും. സോ ഇതും ക്യാൻസലായി, 630 ഇൻറ്റു പിന്നെന്താ 6 വന്നു. സോ ഇത് എത്രയാണ്, 20 അല്ലേ നമുക്ക് വരാം, 2 ഇൻറ്റു എന്ത് വരും, 20 വരും. ക്ലിയർ? അതായത് ഇവിടെ 2 വരില്ലേ, 5ഉം 2 വരും, 20 വരും, 20. സോ നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടാം, 20 അപ്പോൾ 30 90/10 വരും. സോ ഈക്വൽ ടു 9 വരും. ക്ലിയർ? 90/10 ഈക്വൽ ടു 9 വരും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുക. ഓപ്ഷൻ എന്താ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കാനുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ, ആ കാര്യങ്ങൾ M1D1 H1E1 / W1 ആ ഫോമിൽ നിങ്ങൾ
എന്താ പഠിച്ചു വെക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കത് യൂസ് ചെയ്ത് ചെയ്യാനുണ്ട്. ക്ലിയർ? അപ്പോൾ അടുത്ത കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.